വളരെ ഡിഫറൻ്റ് ആയിട്ടുള്ള ഒരു മേഖലയിൽ നിന്നുള്ള ഒരു വിശേഷ വ്യക്തിയാണ് നമുക്ക് അതിഥിയായിട്ട് ലഭിച്ചിരിക്കുന്നത്. സഹജയോഗി രാജേന്ദ്രക്കുറുപ്പ്. സ്വാഗതം ചെയ്യുന്നു സ്നേഹാദരവോടെ സഹജയോഗി രാജേന്ദ്രക്കുറുപ്പിനെ. സ്വാഗതം ഇന്നത്തെ നേർമുഖം എന്ന പരിപാടിയിലേക്ക്. നമസ്കാരം. യോഗയെക്കുറിച്ച് നമ്മളെല്ലാവരും കേട്ടിട്ടുണ്ട്, യോഗ ആസനങ്ങൾ പരിചയവുമുണ്ട്. ഇപ്പോൾ ശ്രീ രാജേന്ദ്രക്കുറുപ്പ്, ആദ്യം എന്താണ് ഈ സഹജയോഗ എന്നുള്ളതാണ് എനിക്കും നമ്മുടെ ശ്രോതാക്കൾക്കും അറിയേണ്ടതായിട്ടുള്ളത്. നമ്മൾ സഹജയോഗയിലേക്ക് പോകുന്നതിന് മുമ്പേ സ്വർലയ സൂചിപ്പിക്കുകയുണ്ടായി, യോഗ ഇപ്പം ഒരുപാട് കൺഫ്യൂഷൻ ക്രിയേറ്റ് ചെയ്യുന്ന ഒരു വിഷയമായിട്ട് മാറിയിരിക്കുകയാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പലതരത്തിലുള്ള യോഗ പ്രാക്ടീസ് ഇപ്പോൾ നടക്കുന്നുണ്ട്. അതിൽ യഥാർത്ഥത്തിൽ അവർക്കൊക്കെ യോഗ പ്രാപിക്കാൻ കഴിയുന്നുണ്ടോ എന്നുള്ളത് ഒരു ചോദ്യചിഹ്നമാണ്. കാരണം യോഗ എന്ന് പറയുന്നത് നമ്മുടെ ഇന്നർ അവേക്കനിങ്, അതായത് നമ്മുടെ ഇന്നർ എനർജി, നമ്മളിലുള്ള ആ ചൈതന്യം, അതിനെ അവേക്കൻ ചെയ്ത്, അതിനെ ഏത് പേരിൽ പറഞ്ഞാലും അതിന് വലിയ മാറ്റമൊന്നുമില്ല. അത് നമ്മുടെ ഉള്ളിലൊരു നമ്മുടേതായിട്ടുള്ള സെൽഫ് ഒരു പവർ ക്രിയേറ്റർ നമുക്ക് തന്നിട്ടുണ്ട്. അത് തന്നെയാണോ ഈ സെൽഫ് റിയലൈസേഷൻ എന്ന് പറയുന്നത്? തീർച്ചയായിട്ടും. സെൽഫ് റിയലൈസേഷൻ എന്ന് പറയുന്നത് നമ്മളുടെ ആ ഇന്നർ എനർജിയെ അവേക്കൻ ചെയ്ത് നമ്മൾ ആരാണെന്നുള്ള ആ ബോധം, നമ്മൾ യഥാർത്ഥത്തിൽ നമ്മൾ ഈ കാണുന്ന പല പേരിൽ നമ്മളതിനെ പറഞ്ഞിട്ടുണ്ടെങ്കിലും നമ്മൾ ഈ കാണുന്ന ഈ ബാഹ്യമായിട്ടുള്ള ആ ഒരു ഫിസിക്കൽ ശരീരത്തിലുപരി, ആ സ്ഥൂല ശരീരം എന്ന് പറയുന്ന ആ ഒരു ഇതിലുപരി നമ്മളുടെ ഉള്ളിൽ ഒരു എല്ലാവർക്കും ഒരു സൂക്ഷ്മമായിട്ടുള്ള ഒരു ശരീരമുണ്ട്. പിന്നെ നമ്മളുടെ ഏറ്റവും പ്രധാനമായിട്ടുള്ള, കാരണം നമ്മൾ ഇപ്പോൾ തന്നെ നമ്മൾ തമ്മിൽ സംസാരിക്കുമ്പോൾ നമ്മൾ സംസാരിക്കുന്നു എന്നുള്ളതിലുപരി സത്യത്തിൽ നമ്മൾ ആലോചിച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഈ ഫിസിക്കൽ ബോഡിക്ക് നത്തിങ് ടു ഡു വിത്ത് ദാറ്റ്. റിയൽ ഓണർ നമ്മുടെ ഉള്ളിലിരിക്കുന്ന ആത്മാവ് അല്ലെങ്കിൽ സ്പിരിറ്റ് അല്ലെങ്കിൽ നമ്മളുടെ ആ ബോധം. ആത്മാവ് എന്ന് തന്നെ പറയാൻ തോന്നുന്നു. പല രീതിയിൽ പറഞ്ഞിട്ടുണ്ട്, സമ്മതിക്കണമെന്നില്ല. അതുകൊണ്ട് ഞാൻ ആ രീതിയിലൊക്കെ പറഞ്ഞതേ ഉള്ളൂ. പക്ഷേ ആ ഒരു എനർജി നമ്മുടെ ഉള്ളിലുണ്ട്. നമ്മളെ എല്ലാവരെയും കൺട്രോൾ ചെയ്യുന്നത് അദ്ദേഹമാണ് സത്യത്തിൽ. കാരണം ഇപ്പോൾ നമ്മൾ ജനിച്ചു വീഴുന്ന ഒരു കുഞ്ഞിനോട് പോലും ചോദിച്ചിട്ടുണ്ടെങ്കിൽ അത് എൻ്റെ കൈ, എൻ്റെ കണ്ണ്, എൻ്റെ മൂക്ക്, എൻ്റെ കാലെന്നേ പറയാറുള്ളൂ. അപ്പോൾ ഇതൊക്കെ മാറ്റി നിർത്തിയാലും ആരോ ഒരാൾ ഉള്ളിലുണ്ട്. ഇത് നമ്മൾ ഒരു യൂണിവേഴ്സിറ്റിയിലും കോളേജിലും ഒന്നും പഠിച്ചതല്ല, അല്ലാതെ തന്നെ കുഞ്ഞുങ്ങളോട് മുതലേ നമ്മളത് ശീലിച്ചു വന്നതാണ്. അപ്പോൾ അത് വളരെ ക്ലിയർ ആണ്. നമ്മൾ യഥാർത്ഥത്തിലുള്ള നമ്മളുടെ സ്വരൂപം എന്ന് പറയുന്നത് നമ്മളുടെ ആത്മാവാണ്. ഈ യോഗ എന്ന് പറഞ്ഞ് ഈ ചെയ്യുന്ന എല്ലാ ഇതിലും അവരുടെ യഥാർത്ഥത്തിലുള്ള പരിശ്രമം എന്ന് പറയുന്നത് നമ്മുടെ ഉള്ളിലുള്ള ആ എനർജിയെ അവേക്കൻ ചെയ്യും. ആ എനർജിയെ അവേക്കൻ ചെയ്തിട്ട് അത് യഥാർത്ഥത്തിൽ നമ്മളിൽ സംഭവിക്കുന്നത് നമ്മുടെ ഉള്ളിൽ കുണ്ടലിനി എനർജി എന്ന് നാമകരണം ചെയ്തിരിക്കുന്ന ഒരു മദർലി എനർജിയുണ്ട്. അത് നമ്മൾ മനുഷ്യരായിട്ട് ജനിക്കുന്ന നമ്മളുടെ എല്ലാവരുടെയും ഉള്ളിലുണ്ട്. അത് നമ്മൾ ജന്മന നമ്മളുടെ കൂടെ ഉള്ളതാണ്. അത് ബോൺ വിത്ത്, നമ്മളുടെ കൂടെ ജനിച്ചത്. അതാണ് സഹജയോഗയുടെ അർത്ഥം തന്നെ. സഹജമായത് നമ്മളെ കൂടെ ജനിച്ചത്. അപ്പം അതുകൊണ്ടാണ് അതിന് സഹജയോഗ എന്ന് പറയുന്നത്. അപ്പോൾ അത് നമ്മളുടെ കൂടെ ജനിച്ച ആ എനർജിയെ അവേക്കൻ ചെയ്ത് നമ്മളുടെ ഈ സൂക്ഷ്മ ശരീരത്തിലുള്ള ചക്രാസ് ഉണ്ട്, പിന്നെ നമുക്ക് നാഡീവ്യൂഹങ്ങളുണ്ട്. ഈ നാഡീവ്യൂഹങ്ങളും, അതായത് നമ്മൾ വ്യക്തമായിട്ട് പറഞ്ഞാൽ നമുക്ക് 3 നാഡികളുണ്ട്. ഇടനാഡി, പിംഗള നാഡി, സുഷുമ്നാ നാഡി. നാഡികൾ ഒരുപാടുണ്ട്. അത് പറയുകയാണെങ്കിൽ പ്രധാനമായിട്ടുള്ള 3 നാഡികളുണ്ട്. ആ 3 നാഡികളും നമ്മളിൽ 7 എനർജി സെൻറ്റേഴ്സും ഉണ്ട്. അതായത് മൂലാധാരം, സ്വാധിഷ്ഠാനം, നാഭി, അനാഹതം, വിശുദ്ധി, ആജ്ഞാചക്ര, ദെൻ ഇതിൻ്റെ എല്ലാം കൂടെ കൂടിച്ചേരുന്ന ഇൻ്റഗ്രേഷനായിട്ടുള്ള 7ാമത്തെ സഹസ്രാര ചക്ര എന്ന് പറയും. അപ്പോൾ ഈ ഇത്രയും കൂടിച്ചേരുന്നതാണ് നമ്മുടെ സൂക്ഷ്മ ശരീരം. ഇത്രയും എനർജി പോയിന്റ്സ് പറഞ്ഞല്ലോ, മർമ്മങ്ങൾ എന്ന് പറയാമോ അതിനെ? യോഗയിലൂടെ നമ്മുടെ ഈ ഓരോ ഘട്ടം ഘട്ടമായിട്ട് ഈ എനർജി പോയിന്റിലേക്ക് വരികയാണ്, ഉത്തേജിപ്പിക്കുക എന്നുള്ളത്. അതെ, ഞാനത് വ്യക്തമാക്കാം. ഈ പറയുന്ന പലരും ശ്രമിക്കുന്നത് ഇങ്ങനെ ഒന്നൊന്നായിട്ട് എന്താ പറയാ, സ്റ്റെപ്പായിട്ട് ഇത് കുറെ പരിശ്രമിച്ച് നമുക്ക് അവിടെ എത്താമെന്നുള്ള ഒരു രീതിയിലുള്ള ഒരു ശ്രമമാണ് ഈ ചെയ്യുന്നത്. അപ്പം ഇത് ഒരുപാട് വർഷങ്ങളായിട്ട് ഞാനും നേരത്തെ ട്രൈ ചെയ്തിട്ടുണ്ട് ഈ മാർഗങ്ങളൊക്കെ. അതുകൊണ്ട് തന്നെ എനിക്ക് വ്യക്തമായിട്ട് അതിനെപ്പറ്റി പറയാൻ പറ്റും. നമ്മൾ പഞ്ചസാര രുചിച്ച് കഴിയുമ്പോൾ പഞ്ചസാരയാണെന്ന് നമുക്ക് തിരിച്ചറിയാം, അത് മധുരമാണെന്ന് നമുക്ക് അനുഭവം. അപ്പം അതുകൊണ്ട് എനിക്ക് വ്യക്തമായിട്ടും ഉറപ്പായിട്ടും അതിനെപ്പറ്റി പറയാൻ പറ്റും. ഇതിൽ ഈ മാർഗങ്ങളുടെ ഒക്കെ അന്തിമമായ ലക്ഷ്യം ആത്മസാക്ഷാത്കാരമാണ്. പക്ഷേ അത് എത്രമാത്രം എത്ര പേരിൽ സാധ്യമാകുന്നുണ്ട് എന്നുള്ളത് ഒരു വലിയ ചോദ്യചിഹ്നം. ഞാൻ നേരിട്ട് അതിൻ്റെ ഒരുപാട് പരിശ്രമം നടത്തിയിട്ടുള്ള ഒരാളാണ്. അത് കഴിഞ്ഞിട്ട് ഇപ്പോഴാണെങ്കിലും ഞാൻ എൻ്റെ ഈ ഒരു യാത്രക്കിടയിൽ ഞാനൊരു ആത്മസാക്ഷാത്കാരം ലഭിച്ച് ഇത് പ്രചരിപ്പിക്കാൻ തുടങ്ങിയതിന് ശേഷം
അതായത് നമ്മുടെ ഗുരു ശ്രീമാതാജി ഡോക്ടർ നിർമ്മലാദേവിയാണ് സഹജയോഗ ആദ്യമായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്തത്. 1970 സഹജയോഗ വന്നതിന് ശേഷം അമ്മ ഡോക്ടർ ശ്രീമാതാജി നിർമ്മലാദേവി ലോകത്തിൻ്റെ തന്നെ സഹസ്രാര തുറന്നതിന് ശേഷം മാത്രമാണ് നമുക്കിങ്ങനെ എവിടെയും ഇരുന്ന് ഈ ഒരു എക്സ്പീരിയൻസ് ചെയ്യാവുന്ന പരുവത്തിലായത്. അതിനു മുമ്പ് ഇതൊരു വളരെ ഡിഫിക്കൽട്ടായിട്ടുള്ള ഒരു ടാസ്ക് ആയിരുന്നു. നമുക്കറിയാം, നമ്മളൊക്കെ ചിന്തിക്കുന്നത് ഒരു സന്യാസി വര്യനെ പോലെ ജീവിതം കൊണ്ട് നടന്നാൽ മാത്രമേ ഇതൊക്കെ സാധിക്കുകയുള്ളൂ എന്നുള്ളതാണ് എന്നൊക്കെ മനുഷ്യനിലൊരു തെറ്റായ ധാരണയുണ്ട്. ഇപ്പോൾ നമ്മളൊക്കെ ഇങ്ങനെ ഇപ്പോൾ ഈ ഇതേപോലെയുള്ള അവയർനെസ് തന്നെ ക്രിയേറ്റ് ചെയ്യുന്നതിൻ്റെ തന്നെ പ്രധാന ഒരു ഉദ്ദേശം മനുഷ്യന് ദൈനംദിന ജീവിതത്തിൻ്റെ കൂടെ വളരെ ലളിതമായിട്ട് ഒരു കാര്യം കൂടി, ഇപ്പോൾ യോഗ ചെയ്യുന്ന സമയത്തും അല്ലാതെയും ആരോഗ്യം സൂക്ഷിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. അപ്പോൾ ആരോഗ്യപരമായിട്ട് ഇരിക്കണമെങ്കിൽ എപ്പോഴും വെജിറ്റേറിയൻ ഡയറ്റ് നല്ലതാണെന്ന് പറയാം. അതുപോലെ ഈ സഹജയോഗ ചെയ്യുമ്പോൾ വെജിറ്റേറിയൻ ആയിരിക്കണം എന്നുള്ളത് നിർബന്ധമുണ്ടോ? ശരിക്കും വെജിറ്റേറിയനിസം എന്ന് പറയുന്നത് ഒരുപക്ഷെ ഉണ്ടായത് എന്തുകൊണ്ടാണ്? നമ്മൾ ഒരുപക്ഷെ ജനിച്ചു വീഴുന്ന അല്ലെങ്കിൽ നമ്മൾ കണ്ടു വളരുന്ന ചില സാഹചര്യങ്ങളിൽ നിന്ന് വരുന്ന ചില കണ്ടീഷനിങ് അല്ലേ വെജിറ്റേറിയനിസവും നോൺ വെജിറ്റേറിയനിസവും ഒക്കെ. ജനിച്ചു വീഴുന്ന ഒരാൾക്ക് ഇത് വല്ലതും അറിയാം, മറ്റൊന്നും കൊണ്ട് പറയല്ല. കുറച്ചൊക്കെ നമ്മൾ നമ്മുടെ ഒരു സെൻസൂടെ നമ്മൾ യൂസ് ചെയ്യണം. അല്ല, ഞാൻ അങ്ങനെ ചോദിക്കാൻ കാരണം എന്താണെന്ന് ചോദിച്ചാൽ എല്ലാ കാര്യങ്ങളും ശരിക്കും അനുഭവിച്ച് എന്തിനെക്കുറിച്ചും പറയാനുള്ളൊരു കപ്പാസിറ്റി താങ്കൾക്ക് ഉള്ളതുകൊണ്ടാണ്. ഇങ്ങനെ ഒരു സംശയം എല്ലാവർക്കും ഉണ്ട്. ഇങ്ങനെ നമ്മൾ ഇത്രയും കാര്യമായിട്ട് നമ്മുടെ കുണ്ടലിന ശക്തിയെ വരെ ഉത്തേജിപ്പിക്കുന്ന രീതിയിലേക്ക് നമ്മൾ കൊണ്ടുവരുന്ന സമയത്ത് നമ്മൾ പാലിക്കേണ്ട ചില ചിട്ടകൾ എന്ന രീതിയിലാണ് ഞാൻ ചോദിച്ചത്. ഇത് ഞാൻ വ്യക്തമായിട്ട് ഞാൻ അതിനെപ്പറ്റി ഉത്തരം പറയാം. കാരണം ഇത് പറയേണ്ടത് ആവശ്യം കൂടിയാണ്. ഇന്നത്തെ സമൂഹത്തിൽ ഇത് അറിയേണ്ടത് ആവശ്യം കൂടിയാണ്. അങ്ങനെയുള്ള ഒരുപാട് തെറ്റിദ്ധാരണകൾ മനുഷ്യരുടെ ഇടയിലുണ്ട്. ഞാനും ഇതിൻ്റെയൊക്കെ പുറകെ പോയി ഒരുപാട് വർഷങ്ങൾ നോൺ വെജിറ്റേറിയൻ കഴിക്കാതെ വെജിറ്റേറിയൻ മാത്രം കഴിച്ച് ഒരുപാട് ഫിസിക്കൽ യോഗ, ഐ മീൻ നമ്മുടെ ആസനാസ്. അപ്പോൾ ഈ ആസനാസ് എഗെയിൻ ഇത് നമ്മുടെ ഈ പറഞ്ഞ മാതിരി ഓരോ ചക്രാസിനെ എൻലൈറ്റൻ ചെയ്യാനും അതിനെ നമ്മൾ യോഗ പ്രാപിക്കാൻ പരുവപ്പെടുത്താനും വേണ്ടിയുള്ളതാണ് ആസനാസ്. പക്ഷേ അതിലൊന്നും നമുക്കൊരു അഷുറൻസ് പറയാൻ പറ്റില്ല നിങ്ങൾക്ക് യോഗ പ്രാപിക്കാൻ പറ്റുമെന്ന്. ഈ കുണ്ടലിനി അവേക്കൻ ആവുകയോ അത് നമ്മളുടെ ബ്രഹ്മരന്ധ്ര എന്ന് പറയുന്ന സഹസ്രാരയ്ക്ക് മുകളിൽ 7ാമത്തെ എനർജി സെൻറ്റർ ബ്രേക്ക് ചെയ്ത് വിശ്വം നിറഞ്ഞു നിൽക്കുന്ന ആ പ്രപഞ്ച സത്യം എന്താണെങ്കിലും ആ ഒരു യൂണിവേഴ്സൽ ഫാദർലി എനർജി എന്നൊക്കെ നമുക്ക് അതിനെ പറയാം. കുണ്ടലിനി എനർജി, യൂണിവേഴ്സൽ മദർലി എനർജി എന്നും തൽക്കാലം നമുക്ക് പറയാം. അപ്പോൾ ഇതിൻ്റെ ഒരു കൂടിച്ചേരൽ, അതായത് യോഗ പ്രാപിക്കുക, അതിനെയാണ് യോഗ പ്രാപിക്കുക എന്ന് പറയുന്നത്. അതായത് നമ്മുടെ കുണ്ടലിനി എനർജി അവേക്കനാകുകയും നമ്മുടെ ചക്രാസിലൂടെ കടന്നു പോവുകയും അത് നമ്മുടെ ചക്രാസിലൂടെ കടന്നു പോകുന്ന സമയത്ത് ചക്രാസിലെല്ലാം തന്നെ അത് ക്ലീൻ ചെയ്യും. അതിൽ എന്തെങ്കിലുമൊക്കെ ന്യൂനതകളുണ്ടെങ്കിൽ ആ എനർജിക്ക് അത് ക്ലീൻ ചെയ്യാനുള്ള പവറുണ്ട്. വളരെയധികം പവറുള്ള ഒരു എനർജി സ്രോതസ്സാണ് ഈ കുണ്ടലിനി എനർജി എന്ന് പറയുന്നത്. ഒൺലി തിങ് നമുക്ക് അത് ശരിയായ രീതിയിൽ അത് ഉപയോഗപ്പെടുത്താൻ അറിയില്ല എന്നുള്ളതാണ്. പിന്നെ രണ്ടാമത് എഗെയിൻ നമ്മളത് പറയേണ്ട പ്രധാന കാര്യം വിട്ടുപോകരുത്. ഈ മനുഷ്യൻ ധരിച്ചു വെച്ചിരിക്കുന്ന മാതിരി അല്ലെങ്കിൽ ഒരു വിഭാഗം ആൾക്കാർ വരുത്തി വെച്ചിരിക്കുന്നത് പോലെ, ധരിപ്പിച്ചു വെച്ചിരിക്കുന്നത് പോലെ ഇതിന് ഒരുപാട് കണ്ടീഷനിങ് ആയിട്ടുള്ള ഒരു കാര്യത്തിൻ്റെതും ആവശ്യമില്ല. നിങ്ങൾ ഭക്ഷണങ്ങൾ കഴിക്കാതെ കിടക്കേണ്ട കാര്യമില്ല. വെജിറ്റേറിയനോ നോൺ വെജിറ്റേറിയനോ അതുമായിട്ട് ബന്ധമൊന്നുമില്ല. പക്ഷേ നമ്മളുടെ ഒരു ആരോഗ്യമുള്ള ശരീരത്തിന് ഒരു പ്രോട്ടീൻ്റെയും ഒരു വൈറ്റമിൻസിൻ്റെയും ഒക്കെ ബാലൻസ് ആവശ്യമുണ്ട്. അപ്പോൾ അതിനാവശ്യമായിട്ടുള്ള ഭക്ഷണം നമുക്ക് കഴിക്കാം. പിന്നെ വേറൊരു കാര്യം, നമ്മുടെ ഒരു സിസ്റ്റത്തിന്, നമ്മുടെ ഈ ഇൻസ്ട്രുമെൻറ്റിന് ഒരുപക്ഷെ നമ്മളെക്കാൾ വലിയ ആനിമൽസിനെ കഴിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ ഡൈജസ്റ്റ് ചെയ്യാനുള്ള ബുദ്ധിമുട്ടുണ്ടാകും. അതുകൊണ്ട് ചിലപ്പോൾ അത് ഒഴിവാക്കുന്നതായിരിക്കും നല്ലത്. പക്ഷേ ഇതിൽ ബേസിക്കലി ഇന്നതേ കഴിക്കാവൂ എന്നുള്ള ഒരു നിബന്ധനയൊന്നും യഥാർത്ഥത്തിലുള്ള ആത്മസാക്ഷാത്കാരം അനുഭവിക്കുന്നതുമായിട്ട് അതിന് യാതൊരു ബന്ധവുമില്ല. ഹഠയോഗ, ഇങ്ങനെയുള്ള ടഫായിട്ടുള്ള യോഗകളൊക്കെ കേട്ടിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഈ കുംഭമേള നടക്കുന്ന സമയത്ത് കുറേ സന്യാസി വര്യന്മാർ എന്തും ചെയ്യാൻ പാകത്തിന് കണ്ടിട്ടുണ്ട്. ഇപ്പോൾ പല്ല് കൊണ്ട് വലിക്കുക, അങ്ങനെയുള്ള ഒരു സാധാരണ മനുഷ്യന് ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങൾ ചെയ്ത് കണ്ടിട്ടുണ്ട്. നമ്മൾ ഒരിക്കലും ചിന്തിക്കാത്ത രീതിയിലേക്ക് അവരുടെ മനസ്സും അതുപോലെ തന്നെ അവരുടെ ഒരു ആത്മാവും ഒക്കെ വളർന്നു വരുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. ഹഠയോഗ നടത്തുന്നവരാണെങ്കിലും അല്ലാതെ ആ കുംഭമേളയിൽ കാണുന്ന പലരും ഇങ്ങനെ മാംസമൊക്കെ കഴിക്കുന്നവരാണ്. ഞാൻ ആഹാര രീതിക്ക് ഇതുമായിട്ട് ഈ ആത്മീയതയുമായിട്ട് വലിയ ബന്ധം പറയാനില്ല. എന്നാൽ ഞാൻ പറഞ്ഞത് മാതിരി നമ്മുടെ
നമ്മുടെ സ്ഥൂലവും സൂക്ഷ്മവുമായ ശരീരത്തിന് ആവശ്യമായ, കാരണം നമ്മുടെ ആത്മാവ് വസിക്കുന്നത് അതിനുള്ളിലാണ്. അപ്പോൾ അത് മെയിൻറ്റെയിൻ ചെയ്യാനുള്ള ഒരു ആവശ്യം നമുക്കുണ്ട്. അതിന് വേണ്ട ഭക്ഷണം നമ്മൾ കഴിക്കണം, അത് കഴിക്കാം. അത് നമുക്ക് വെജും കഴിക്കാം, നോൺ വെജും കഴിക്കാം. പിന്നെ സപ്പോസ് നമുക്ക് ഓൾറെഡി എന്തെങ്കിലും ശാരീരികമായ ഇൻബാലൻസസ് ഉണ്ട്, നമുക്ക് എന്തെങ്കിലും ആരോഗ്യപരമായ പ്രശ്നങ്ങളുണ്ടെങ്കിൽ അതിനനുസരിച്ചും ഭക്ഷണ രീതികൾ ക്രമീകരിക്കേണ്ടിയിരിക്കുന്നു. പറഞ്ഞ സംഗതി മനസ്സിലായില്ലേ? അപ്പം അതാണ് ഒരാവശ്യകത. അപ്പോൾ ഞാൻ മുമ്പേ പറഞ്ഞ മാതിരി ഇപ്പം നമുക്ക് വീണ്ടും നമ്മൾ പറഞ്ഞ് വിട്ടുപോയ കാര്യത്തിലേക്ക് വരാം, അല്ലെങ്കിൽ അത് വീണ്ടും കേൾക്കുന്നവരുടെ ഇടയിൽ ഒരു സംശയമായിട്ടിരിക്കും. അപ്പം നമ്മൾ പല മാർഗത്തിലൂടെയും ശ്രമിക്കുന്നത് ഫൈനലി ആത്മസാക്ഷാത്കാരത്തിന് വേണ്ടിയാണ്. അപ്പം ഈ ആത്മസാക്ഷാത്കാരം അതിലൊക്കെ ഒരു അന്തിമ ലക്ഷ്യമായിട്ട് കാണുമ്പോൾ സഹജയോഗയിൽ നമ്മൾ ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അതായത് ഇന്ന് ലോകം ധരിച്ചു വെച്ചിരിക്കുന്ന, അല്ലെങ്കിൽ കുറേ ആൾക്കാർ ധരിപ്പിച്ചു വെച്ചിരിക്കുന്ന ഈ വളരെ ഡിഫിക്കൽട്ടായിട്ടുള്ള ഒരു കാര്യമായിട്ടുള്ള സഹജയോഗ, ശ്രീ മാതാജി ഡോക്ടർ നിർമ്മലാ ദേവിയുടെ ഒരു ബ്ലെസ്സിങ് കൊണ്ട് നമുക്ക് ഈ സെൻറ്ററിലേക്ക് വരുമ്പോൾ ആ സമയത്ത് തന്നെ ആ എനർജിയെ അവേക്കൻ ചെയ്യാൻ പറ്റും. അത് അവർക്ക് ബ്രഹ്മരത്ര ബ്രേക്ക് ചെയ്യുകയും ഈ പ്രപഞ്ചം നിറഞ്ഞു നിൽക്കുന്ന സത്യവുമായിട്ട് കൂടിച്ചേരുകയും അവർക്കത് അന്നേരം തന്നെ അനുഭവിച്ചറിയുകയും ചെയ്യാൻ പറ്റും. പറഞ്ഞ സംഗതി മനസ്സിലായില്ലേ? അതിന് അവർ ഒരു ഹിമാലയത്തിൽ പോകേണ്ട, ഒറ്റക്കാലിൽ തലകുത്തി നിൽക്കേണ്ട, ശീർഷാസനത്തിൽ കീഴായിട്ട് നിൽക്കേണ്ട, അവർക്ക് കസേരയിൽ ഇരിക്കണമെങ്കിൽ ഇരിക്കാം, താഴെ ഇരിക്കാൻ പറ്റാത്തവർക്ക് എവിടെയാണോ അവർ കംഫർട്ടബിളായിട്ടിരിക്കുന്ന ഏത് പൊസിഷനിലും അവരുടെ കുണ്ടലിനി ഒരു റിയലൈസ്ഡ് സോളിന് അവേക്കൻ ചെയ്യാനുള്ള ശക്തി ഈ സഹജയോഗയിലൂടെ, ആ സഹജയോഗ കണ്ടുപിടിച്ച മനസ്സ് തന്നെയാണ് ഇപ്പം മാസ്റ്ററായിട്ട് വരില്ല. മനസ്സ് സത്യം പറഞ്ഞാൽ സഹജയോഗയിലൂടെ നമ്മൾ സഞ്ചരിക്കുമ്പോൾ മനസ്സല്ല മാസ്റ്റർ. നമുക്ക് മനസ്സുണ്ട്, ബുദ്ധിയുണ്ട്, നമ്മുടെ ആത്മാവുണ്ട്. ഇപ്പോൾ നമ്മളൊരു നോർമൽ പേഴ്സൺ ആയിരിക്കുമ്പോൾ, അത് അഗെയിൻ എന്നെ ഒന്ന് ഓർമ്മിപ്പിക്കാമെങ്കിൽ യോഗിയും സഹജയോഗിയും ആദ്യം പറഞ്ഞ അതിൻ്റെ ക്ലാരിഫിക്കേഷനോട് ഞാൻ പറഞ്ഞു. ഇപ്പോൾ നമ്മളൊരു നോർമൽ ഹ്യൂമൻ ബീയിങ് ആയിരിക്കുമ്പോൾ സാധാരണ നമ്മൾ എല്ലാ കാര്യങ്ങളെയും കാണുന്നത് മോസ്റ്റ്ലി നമ്മളുടെ മനസ്സുകൊണ്ടാണ്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മുടെ ഇപ്പോൾ തന്നെ ഞാൻ ഇങ്ങോട്ട് വരുമ്പോൾ എൻ്റെ ഒരു കാറുണ്ട്, അതിലും ബെറ്റർ ഒരു കാർ കാണുമ്പോൾ ഒരു നോർമൽ ആൾക്ക് അത് വേണമെന്ന് തോന്നും, ഇല്ലേ? അത് നോർമലി നമ്മളുടെ മനസ്സാണ് അതിൽ പ്രേരിപ്പിക്കുന്നത്. മനസ്സിൽ നമ്മൾ ആഗ്രഹിപ്പിക്കുന്ന കാര്യങ്ങൾ വീണ്ടും ബുദ്ധി ഒന്ന് അനലൈസ് ചെയ്യും, ഇല്ലേ? എന്നിട്ട് ബുദ്ധിമാനായിട്ടുള്ള ബുദ്ധി വിചാരിക്കും ഒരു ശരിയായ തീരുമാനം എടുത്തു. ഫൈനലി റിസൾട്ട് വരുമ്പോൾ ചിലപ്പോൾ ആ ബുദ്ധിപരമായിട്ട് എടുക്കുന്ന തീരുമാനങ്ങളും പലപ്പോഴും ഫൂളിഷ്നെസ് ആയിട്ടാണ് അവസാനം ഭവിക്കാറ്. നേരെ മറിച്ച് നമ്മൾ സെൽഫ് റിയലൈസേഷൻ സംഭവിച്ചു കഴിയുമ്പോൾ നമ്മുടെ കുണ്ടലിനി എനർജി അവേക്കൻ ചെയ്തിട്ട് നമ്മളുള്ള അന്തരാത്മാവിനെ നമ്മൾ അനുഭവനീയമായി കഴിയുമ്പോൾ, ഞാൻ വീണ്ടും പറയുന്നത് അനുഭവനീയമായി കഴിയുമ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതെന്താ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ഒട്ടുമുക്കാലും ഇവിടെ ഈ മണി റിലേറ്റഡ് ആയിട്ടാണ് ഈ വിദ്യകളെല്ലാം പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പം ഞാൻ അത് അങ്ങനെ തന്നെയുള്ള പലരുമായിട്ടൊക്കെ ബന്ധപ്പെടുമ്പോൾ ഒരു പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരെല്ലാം തിയറിറ്റിക്കലായിട്ട് ഇതിനെപ്പറ്റി സംസാരിക്കുന്നുണ്ട്, പക്ഷേ അത് അനുഭവനീയമായിട്ടില്ല. അപ്പോൾ ഇത് അനുഭവനീയമായി കഴിയുമ്പോൾ നമ്മുടെ കൺസെപ്റ്റ് ടോട്ടലി മാറും. അത് നത്തിങ് ടു ഡു വിത്ത് മണി. നമ്മൾ നമ്മുടെ ഒരു ലൈഫ് ടൈം നമ്മൾ അന്വേഷിച്ചുണ്ടാക്കിയ ഈവൻ ക്രോസ് നമ്മൾ കൊടുത്തു കഴിഞ്ഞാലും യോഗ പ്രാപിക്കുക, അതായത് നമ്മളുടെ സൃഷ്ടികർത്താവുമായിട്ട് കൂടിച്ചേരുന്ന ആ അനുഭവം എക്സ്പീരിയൻസ് ചെയ്യുക എന്ന് പറയുന്നത് നമുക്കൊരിക്കലും പൈസ കൊടുത്ത് മേടിക്കാവുന്നതല്ല. അതുകൊണ്ട് തന്നെ ആ ആത്മസാക്ഷാത്കാരം നേടിയ ഒരുത്തരും ഇന്നേ വരെ ഈ വിദ്യ പൈസ ഫീസ് വെച്ച് ആരെയും പഠിപ്പിച്ചിട്ടില്ല. യോഗയാണെങ്കിലും പലയിടത്തും ഇതിൻ്റെ ട്രെയിനിങ് സെഷൻസ് നടക്കുന്നുണ്ട്. പലരും അതിന് വലിയ ഫീസൊക്കെ വാങ്ങിയിട്ടാണ് ചെയ്യുന്നത്. അതിനോട് എന്താണ് അഭിപ്രായം? ഞാൻ റീസെൻ്റ്ലി കേട്ടത് വളരെ വളരെ വലിയ സംഖ്യകൾ കൃത്യമായിട്ട് പറഞ്ഞ് ഓഫീസിൽ അടച്ചാലേ അദ്ദേഹത്തെ കാണാൻ പറ്റൂ എന്ന് പറഞ്ഞ് വരെ യോഗ പഠിപ്പിക്കുന്ന ആൾക്കാർ ഇപ്പം നമുക്ക് ഇവിടെ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. അത് അബ്സല്യൂട്ട്ലി അത് മനുഷ്യരെ ചീറ്റ് ചെയ്യാണ് സത്യത്തിൽ ചെയ്യുന്നത്. കാരണം നമ്മൾ ഇത് ജനിക്കുമ്പോൾ ഞാൻ മുമ്പേ പറഞ്ഞതുപോലെ നമ്മളുടെ കൂടെ ജനിച്ചതാണ് ഈ പറഞ്ഞ സംഗതികളെല്ലാം, ഈ ഇൻസ്ട്രുമെൻറ്റ്. അപ്പം അത് പണ്ട് പുരാന കാലം മുതലേ സഹജയോഗ 1970 സഹജയോഗ എന്ന പേരിൽ വന്നതെങ്കിലും നമ്മൾ ഒരു ഇന്ത്യൻ സ്ക്രിപ്റ്റേഴ്സ് മാത്രമല്ല, ഇന്ത്യക്ക് വെളിയിലാണെങ്കിലും സെൽഫ് റിയലൈസേഷൻ സംഭവിച്ച ഒരുപാട് സോക്രട്ടീസ്, ലാവോസ്, അങ്ങനെ തത്വചിന്തകന്മാരായിട്ടുള്ള ആത്മസാക്ഷാത്കാരം സാധ്യമായിരുന്ന ഒരുപാട് പേരും അത് വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഇത് ഇന്ന രീതിയിലെ സഹജമായ രീതിയിൽ, സഹജമാർഗത്തിലൂടെ എന്ന് ഞാൻ പറഞ്ഞാൽ എഗെയിൻ വീണ്ടും അതിൽ കൺഫ്യൂഷൻ ഉണ്ടാകും. സഹജമാർഗം എന്നും പറഞ്ഞ് അതൊന്നും അല്ലാതെ സഹജ രീതിയിലൂടെ, അതായത് നമ്മളുടെ കൂടെ ജനിച്ച ആ എനർജിയെ നമുക്ക് വളരെ ലളിതമായിട്ട് ശാസ്ത്രീയമായിട്ട് അത് നമ്മുടെ എല്ലാ ശാരീരികവും വൈകാരികവും മാനസികവും ആത്മീയവുമായ പ്രശ്നങ്ങൾക്ക് നമുക്ക് പരിഹാരം
തരാൻ ശക്തിയുള്ള ഏറ്റവും വലിയ എനർജിയാണത്. ആ എനർജി എന്ന് പറയുന്നത് തന്നെ വൺസ് നമ്മൾ നമ്മുടെ ബ്രഹ്മരന്ധ്ര ഓപ്പൺ ചെയ്ത് നമ്മൾ സൃഷ്ടികർത്താവുമായിട്ട് നമ്മൾ ആ യോഗ പ്രാപിച്ചു കഴിയുമ്പോൾ അതിൽ നമ്മളിൽ വരുന്ന ഏറ്റവും വലിയ ചേഞ്ച് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു യൂണിവേഴ്സൽ കളക്റ്റീവ് ബീയിങ് ആയിട്ട് മാറും. നമ്മളെപ്പോലെ തന്നെ നമ്മൾ ആ ഏകവും സത്യമായിട്ട് നിൽക്കുന്ന ഒരേ സൃഷ്ടിയുടെ ഭാഗമാണ് ഞാനും സ്വരലയും ഒക്കെ ആ ഒരേ ഇതിൻ്റെ കണികയാണ് എന്ന് നമ്മൾ മനസ്സിലാക്കി കഴിയുമ്പോൾ നമ്മളിപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിൽ നമ്മുടെ വലത്തെ കണ്ണ് ഇടത്തെ കണ്ണിനോട് മത്സരിക്കാറുണ്ടോ? ഇല്ല. ഇല്ലേ? വലത്തെ കൈ ഇടത്തെ കൈയോട് മത്സരിക്കാറുണ്ടോ? ഇല്ല. വിരലുകൾ തമ്മിൽ മത്സരിക്കാറില്ല. ഇല്ലേ? അപ്പോൾ ആ ഒരു ബോധം നമുക്ക് എഗെയിൻ അനുഭവനീയമാകേണ്ടിയിരിക്കുന്നു. ഇപ്പം നമുക്കൊരു കാര്യം, ഒരു സ്ക്രിപ്ചർ നമുക്ക് വായിച്ച് നമുക്ക് മനസ്സിലാക്കാം, ബുദ്ധി കൊണ്ട് മനസ്സിലാക്കാം, അന്നേരവും അത് നമുക്ക് അനുഭവനീയമാകുന്നില്ല. പറഞ്ഞ സംഗതി മനസ്സിലായില്ലേ? ഇതിലുള്ള വ്യത്യാസം അതാണ്. അപ്പോൾ ഒരുപാട് പേര് ഇത് അനുഭവനീയമാകാത്തവരെ ഈ മധുരത്തിൻ്റെ കാര്യം തന്നെ പറഞ്ഞ് മനുഷ്യർ പറ്റിക്കപ്പെടുകയാണ്. പറഞ്ഞ സംഗതി മനസ്സിലായില്ലേ? അപ്പോൾ ഇത് അനുഭവനീയമായി കഴിയുമ്പോൾ നമുക്കത് വ്യക്തമാകും. നമ്മൾ ഒരേ ശരീരത്തിൻ്റെ സെല്ലുകളാണ്. അവിടെ നമുക്കൊരു മത്സരം വരുന്നില്ല. നമ്മളൊരു വളരെ കളക്റ്റീവ് ബീയിങ് ആയിട്ട് മാറും. നമ്മളെപ്പോലെ തന്നെ നമ്മളെല്ലാവരെയും റെസ്പെക്റ്റ് ചെയ്യാനും സ്നേഹിക്കാനും തുടങ്ങും. ഓരോ തരത്തിലുള്ള സമാധാനമില്ലായ്മ ലോകത്ത് എല്ലായിടത്തും നിൽക്കുകയാണ്. അത് നമ്മുടെ ഇന്നർ അവേക്കനിങ്ങിലൂടെ, അതായത് ഇപ്പോഴത്തെ ഈ കാലഘട്ടത്തിൽ ഏറ്റവും അത്യാവശ്യമായത് വേണ്ടത് മനുഷ്യൻ്റെ ഇന്നർ അവേക്കനിങ്ങും നമ്മുടെ വെളിയിലേക്ക് ഓറിയൻറ്റ് ചെയ്തിരിക്കുന്ന ഇന്ദ്രിയങ്ങൾ നമ്മളൊരു ദിവസം 10 മിനിറ്റെങ്കിലും നമ്മുടെ ഉള്ളിലേക്ക് ശ്രദ്ധ തിരിക്കുകയും നമ്മുടെ ആന്തരികമായ ക്ലെൻസിങ് നടക്കുകയും ചെയ്യേണ്ടിയിരിക്കുന്നു. വലിയൊരു ചാലഞ്ചാണ്. കാരണം ഇന്നത്തെ കാലം എന്ന് പറയുന്നത് ഫുൾ ഓഫ് ഡിസ്ട്രാക്ഷൻസ് ആണ്. ഒരു മിനിറ്റ് പോലും നമുക്ക് ഒന്നിൽ കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയാണ്. മാത്രമല്ല സോഷ്യൽ മീഡിയയുടെ വല്ലാത്ത ദുരുപയോഗം ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നു. നമുക്ക് പോലും കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത രീതിയിലേക്ക് വളരെ അധികമായിട്ട് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നു. ആ ഒരു സമയത്ത് താങ്കൾ ഈ പറഞ്ഞ കാര്യങ്ങൾ എത്രമാത്രം പ്രാക്ടിക്കലാണ്? പ്രാക്ടിക്കലായിട്ടുള്ള കാര്യം തന്നെയാണ്. നമ്മളൊക്കെ സത്യം പറഞ്ഞാൽ അതിനുവേണ്ടി ഇപ്പം ഊണുമറക്കവും ഇല്ലാതെ അതിനുവേണ്ടി മാത്രം പരിശ്രമിക്കുന്നത്. അല്ല, താങ്കൾ ഇപ്പം പറഞ്ഞു 10 മിനിറ്റ് ഒരാൾ ധ്യാനം ചെയ്താൽ തന്നെ അതിനുള്ള അനുഭവം ചിലപ്പോൾ ഉണ്ടാകാന്നുള്ളത് പറഞ്ഞു. ചിലപ്പോൾ അല്ല, പിന്നെ ഞാൻ ഒരു കാര്യം ഞാൻ പറയാം. ധ്യാനം ചെയ്യുമ്പോൾ എന്ന് പറയുമ്പോൾ ഈ മറ്റു പലരും പറയുന്ന വെറുതെ ബ്ലൈൻഡ്ലി ഒരു ബ്ലൈൻഡ് പേഴ്സൺ വേറൊരു ബ്ലൈൻഡ് പേഴ്സണെ കൈപിടിച്ച് വഴി നടത്താൻ പറ്റുമോ? ഇല്ല. അപ്പോൾ ആത്മസാക്ഷാത്കാരത്തിൻ്റെ പേരിൽ അല്ലെങ്കിൽ ആത്മാവിനെ പറ്റി ഇടത്തോരാതെ ഘോരമായിട്ട് പല രീതിയിൽ പ്രസംഗിക്കുന്നവരെ സംബന്ധിച്ച് അത് അനുഭവനീയമായിട്ടുള്ളവരല്ലെങ്കിൽ അവർക്ക് വേറൊരാൾക്ക് പ്രകാശം പകർന്നു കൊടുക്കാൻ പറ്റില്ല. നമ്മുടെ ഉള്ളിൽ ആദ്യം പ്രകാശം വരേണ്ടിയിരിക്കുന്നു. നമ്മുടെ ഉള്ളിൽ പ്രകാശം വന്നു കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് വേറൊരാൾക്ക് ലൈറ്റ് കാണിച്ചു കൊടുക്കാൻ പറ്റുള്ളൂ. ഇല്ലേ? വേറൊരാളെ എൻലൈറ്റൻ ചെയ്യണമെങ്കിൽ നമുക്ക് ആദ്യം പ്രകാശം വേണം. അപ്പോൾ ആ പ്രകാശം വരാൻ നമ്മളുടെ കുണ്ടലിനി എനർജി ആവേക്കൻ, നമ്മളുടെ മാതൃശക്തിയായിട്ടുള്ള നമ്മുടെ ഓരോ ഇൻഡിവിജ്വലിൻ്റെയും ഇൻഡിവിജ്വൽ മദറാണ്. അത് നമ്മളെ ഏതൊക്കെ ജന്മങ്ങളിലൂടെ കടന്നുപോയിട്ടുണ്ടോ അതിൻ്റെ കംപ്ലീറ്റ് സ്റ്റോർ ചെയ്തിരിക്കുന്ന ഒരു എനർജിയാണ് കുണ്ടലിനി എനർജി. അത് അവേക്കൻ ആയി കഴിയുമ്പോൾ അതിനുവേണ്ടിയാണ് ഒരുപാട് മാർഗ്ഗങ്ങളൊക്കെ എല്ലാവരും ചെയ്യുന്നത്. എല്ലാ ഇതിലും ഞാൻ അതിലേക്കൊന്നും വിശദമായിട്ട് പോകുന്നില്ല. അതിലൊക്കെ പോയി കഴിഞ്ഞാൽ അതിനുള്ള സമയം നമുക്ക് ഇവിടെ ഇല്ലതാണ്. ഇതൊരു വലിയ സബ്ജക്റ്റാണ്. അപ്പോൾ ഈവൻ പല രീതിയിലുള്ള പല സ്ക്രിപ്റ്റേഴ്സിനും ലോകത്തിൻ്റെ പല ഭാഗത്തു നിന്നുണ്ടായിട്ടുള്ള പലതരം എല്ലാ മാർഗ്ഗങ്ങളിലൂടെയും ഫൈനൽ അന്തിമമായ ഇത് ഉദ്ദേശിച്ചിട്ടുള്ളത് ഇന്നർ അവേക്കൻ ചെയ്തിട്ട് ആ കണക്ഷനാണ്, യോഗയാണ്. എന്താണ് നമ്മൾ ചെയ്യേണ്ടത്? എന്താണ് ഈ സഹജയോഗയിൽ ചെയ്യേണ്ടത്? ഇത് ഞാൻ പറഞ്ഞില്ലേ, ഇതിൽ വലിയ കണ്ടീഷനിങ് ഒന്നുമില്ല. ഏതൊരു വ്യക്തിക്കും ഏതൊരു തിരക്കിട്ട ജീവിതത്തിനിടയ്ക്കും അവനൊരു സ്വല്പം സമയം അവന് വേണ്ടി കണ്ടെത്താൻ കഴിയുമെങ്കിൽ ഈ സഹജയോഗ പ്രാക്ടീസ് ചെയ്യാവുന്നതേ. ചില ഈവൻ ടി വി പ്രോഗ്രാമിലൂടെ തന്നെ സെൽഫ് റിയലൈസേഷൻ അവർക്ക് അനുഭവനീയമാക്കി കൊടുത്തിരുന്നു. അതായത് അവർ വർഷങ്ങളോളം പലരുടെയും പുറകെ ഗുരുവായിട്ടും അതായിട്ടും സ്വീകരിച്ചിട്ട് അവർ നടന്നിട്ട് അനുഭവനീയമല്ലാത്ത യോഗ നമുക്ക് ആ സെക്കൻഡ് കൊണ്ട് ടി വിയിലൂടെ തന്നെ അവരത് കാണുകയും നമ്മൾ പറയുന്ന അഫർമേഷൻസ് പറഞ്ഞ സമയത്ത് അവർക്ക് അവരുടെ കുണ്ടലിനി എനർജി അവേക്കൻ ചെയ്യുകയും ബ്രഹ്മരന്ധ്ര വഴി അവർക്ക് വെളിയിലേക്ക് അത് വരികയും അത് കണക്ട് ചെയ്തിട്ട് അവർക്ക് സഹസ്രാരയിലും, അതായത് നമ്മുടെ തലയുടെ ഉച്ചിയിലും കൈകളിലുമൊക്കെ അതിൻ്റെ അനുഭവം പണ്ട് പറഞ്ഞിരിക്കുന്ന ചൈതന്യ ലഹരി, സൗന്ദര്യ ലഹരി എന്നൊക്കെ അതിന് പല ഗ്രന്ഥങ്ങളിൽ പല രീതിയിൽ പറഞ്ഞിട്ടുണ്ട്. അതിൻ്റെ ചെറിയതായ അനുഭവം ഇനിഷ്യലി അതങ്ങനെ അനുഭവപ്പെടുള്ളൂ. അത് അനുഭവിക്കാൻ അവർക്ക് കഴിയണ്ടായി. അപ്പം അതിന് ഒരു പൈസയുടെയും ചിലവില്ല. അതെ, ഇപ്പോൾ സഹജയോഗിക്ക് വേണ്ടിയിട്ട് താങ്കളുടെ ജീവിതം ഒഴിഞ്ഞു വെച്ചതായിട്ട് ഞാൻ അറിഞ്ഞു. എല്ലാവർക്കും ഫ്രീ ആയിട്ട് ഇതിൻ്റെ ട്രെയിനിങ് കൊടുക്കുന്നുണ്ട് എന്നുള്ള കാര്യം കൂടി അറിഞ്ഞു. അത് തീർച്ചയായിട്ടും നമുക്ക് അതിനെക്കുറിച്ച് കൂടുതൽ അറിയേണ്ടതായിട്ടുണ്ട്. അതിനൊപ്പം തന്നെ എനിക്കുള്ള ഒരു ചോദ്യം, ഇപ്പോൾ താങ്കൾ ഇത് അനുഭവിച്ചിട്ടുള്ള ഒരാളാണ് അല്ലേ? താങ്കളുടെ ആ ഒരു ഫീൽ എന്താണ്? അത് പറയാൻ ബുദ്ധിമുട്ടായിരിക്കും. ഇപ്പോൾ സഹജയോഗയിൽ ഞാൻ പറയാമല്ലോ, ഇതിപ്പം എല്ലാവരുടെയും അനുഭവം ഒരേപോലെ ആയിക്കൊള്ളണമെന്നില്ല. പക്ഷേ നമ്മളുടെ അന്തരാത്മാവിനെ നമുക്ക് അനുഭവനീയമാകും. അത് വളരെ മധുരമുള്ള ഒരു അനുഭവം തന്നെയാണ്. നമ്മൾ വെളിയിൽ കാണുന്ന എല്ലാ സൗന്ദര്യത്തെക്കാളും നല്ല ഒരു ബ്യൂട്ടി നമ്മുടെ ഇന്നർ ബ്യൂട്ടി ഉണ്ട്, നമ്മുടെ ഉള്ളിലുണ്ട്. ഓക്കെ, നല്ലൊരു സംഗീതവും നമ്മുടെ ഉള്ളിലുണ്ട്. നമ്മുടെ ഈവൻ ചക്രാസ് പോലും ഫോം ചെയ്തിട്ടുള്ളത് ഓരോ പെറ്റൽസും നമ്മൾ ഈ പഠിച്ചിരിക്കുന്ന
ഉപയോഗിക്കുന്ന സപ്തസ്വരങ്ങൾ സരിഗമ പദനിസ അതിൻ്റെ ബീജാക്ഷരങ്ങൾ പോലുമാണ്. ഇതൊക്കെ നമുക്ക് അനുഭവനീയമായിട്ടുള്ള ഒരു വസ്തുതയാണ്. പക്ഷേ നമ്മളാരും ഉള്ളിലേക്ക് ശ്രദ്ധിക്കാൻ നമുക്ക് സമയമില്ല, നമ്മളതിന് തുനിയുന്നുമില്ല. അപ്പോൾ വണ്ടർഫുള്ളായിട്ടുള്ള ഒരുപാട് എക്സ്പീരിയൻസ് നമുക്ക് ഈ ലോകത്ത് വെളിയിൽ ഉള്ള എന്തെല്ലാം ആസ്വദിച്ചാൽ കിട്ടാവുന്ന എന്തെല്ലാം സുഖഭോഗങ്ങളുണ്ടോ അതിലൊക്കെ 1000 ടൈം ബെറ്റർ ആയിട്ടുള്ള ഒരുപാട് അനുഭവങ്ങൾ നമുക്കുണ്ടാവാം. അത് ഓരോരുത്തരുടെയും എത്രമാത്രം നമ്മൾ ഡീപ്പായിട്ട് പോകുന്നു അതിനനുസരിച്ച് യു ക്യാൻ എക്സ്പീരിയൻസ് മോർ ആൻഡ് മോർ. ബട്ട് ഇനിഷ്യലി സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ കുണ്ടലിനി എനർജി അവേക്കൻ ചെയ്ത് നമ്മുടെ സ്പിരിറ്റുമായിട്ട് ചേർന്നതിന് ശേഷം നമ്മുടെ ചക്രാസ് പ്യൂരിഫൈ ചെയ്ത് കുണ്ടലിനി എനർജി വെളിയിലേക്ക് വരികയും സൃഷ്ടികർത്താവിൻ്റെ ചരണങ്ങളിൽ അത് കണക്ട് ചെയ്യുകയും ചെയ്യുമ്പോൾ അതിനാണ് യോഗ എന്ന് പറയുന്നത്. അത് സംഭവിക്കുമ്പോൾ നമുക്ക് അതായത് നമ്മളുടെ നോർമലി ഒരാളിൽ സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇപ്പോൾ തന്നെ സ്വറിലേക്ക് തന്നെ ഇപ്പോൾ മെഡിറ്റേഷൻ ചെയ്യണം എന്ന ആഗ്രഹം ഉണ്ടാവാം. അപ്പോൾ നമ്മളതൊന്ന് കണ്ണടച്ച് കഴിഞ്ഞാൽ ഒന്നുകിൽ കഴിഞ്ഞ ഇപ്പം അരമണിക്കൂർ മുമ്പ് ചെയ്ത ഒരു പ്രോഗ്രാമിനെ പറ്റിയുള്ള ഒരു ചിന്ത വരും. അല്ലെങ്കിൽ ഇപ്പോൾ ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്ത് ചെയ്യണം എന്നുള്ളതിനെ പറ്റി ആലോചിക്കും. വീട്ടിലെല്ലാ ഭക്ഷണവും ഉണ്ടാക്കി വെച്ചിട്ടുണ്ടെങ്കിലും ചിലപ്പോൾ അത് കഴിക്കുന്നതിനെ പറ്റി ആലോചിക്കും. റൈറ്റ് ഓർ നോട്ട്? സോ അതെന്താ പറ്റുന്നതെന്ന് അതെന്താ സംഭവിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ യോഗ പ്രാപിക്കുന്നിടത്തോളം നമ്മൾ പോകുന്നത് ഒന്നുകിൽ നമ്മുടെ ഇടനാടിയിലേക്കാണ്, അതായത് ഇടത് സൈഡ്, അതായത് നമ്മുടെ കംപ്ലീറ്റ് പാസ്റ്റ് റെക്കോർഡ് ചെയ്ത് വെച്ചിരിക്കുന്ന ഇടനാടിയിലേക്ക് പോകും കഴിഞ്ഞ കാലം. അല്ലെങ്കിൽ നമ്മൾ പോകുന്നത് നമ്മുടെ റൈറ്റിലേക്കാണ്, പിങ്കള നാടി, അത് അവർ ഫ്യൂച്ചർ ഇല്ലേ. അപ്പോൾ നമ്മൾ ഒരുപാട് നമ്മുടെ പ്ലാനിങ്സ് ഇതൊക്കെ രണ്ടും സത്യത്തിൽ വളരെയധികം ആവശ്യമില്ലാത്ത കാര്യമാണ്. സത്യം പറഞ്ഞാൽ നമുക്ക് യോഗ എന്ന് പറയുന്ന ഒരേ ഒരു സിദ്ധൌഷധം നമ്മളുടെ അന്തരാത്മാവുമായിട്ട് നമുക്ക് സദാ ഒന്നിച്ചിരിക്കാനുള്ള ആ സിദ്ധൌഷധം നമ്മളുടെ കയ്യിൽ കിട്ടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ കഴിഞ്ഞ പാസ്റ്റും ഫ്യൂച്ചർ പ്ലാനിങ്ങും അബ്സല്യൂട്ട്ലി നോൺസെൻസ്. സൈഡ് അതേപോലെ തന്നെ നമ്മുടെ പവർ ഓഫ് ഡിസയറും റൈറ്റ് സൈഡ് നമ്മുടെ പവർ ഓഫ് ആക്ഷനുമാണ്. അപ്പോൾ നമുക്ക് ഈ നാഡീവ്യൂഹം നമ്മൾ ഏത് എനർജിയാണോ കൂടുതൽ യൂസ് ചെയ്യുന്നത് അതിനനുസരിച്ച് ആ സൈഡിലേക്ക് മൂവ് ചെയ്യും. അതേപോലെ തന്നെ ഫോർ എക്സാമ്പിൾ ഇപ്പം സ്വർലയ ഒരുപാട് ചിന്തിക്കുന്നുണ്ട്, ഒരുപാട് തോട്ട്സ് ഉള്ള ഒരാളാണ്, ഫ്യൂച്ചറിനെ പറ്റി ഒരുപാട് പ്ലാനിങ് ഉള്ള ഒരാളാണ്. സോ അവർ ബ്രെയിൻ ഈസ് വർക്കിംഗ് കണ്ടിന്യൂസ്ലി അല്ലേ. അപ്പോൾ നമ്മുടെ ഈ സൂക്ഷ്മ ശരീരം പ്രൊഡ്യൂസ് ചെയ്യുന്ന ബേസിക്കലി നമ്മുടെ എല്ലാ ആക്ടിവിറ്റീസിനും എനർജി പ്രൊഡ്യൂസ് ചെയ്യുന്നത് നമ്മുടെ ഈ ഉള്ളിലുള്ള ഈ സൃഷ്ടികർത്താവ് ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന സൂക്ഷ്മ ശരീരമാണ്, ഈ ചക്രാസും ഈ സബ്റ്റിൽ ബോഡിയാണ്. അപ്പോൾ ഈ എനർജി നമ്മൾ ഏതാണോ കൂടുതൽ യൂട്ടിലൈസ് ചെയ്യുന്നത് അതിനനുസരിച്ച് ഇതിനെ അങ്ങോട്ട് ഇത് ചെയ്യും. ആ എനർജി ഇപ്പോൾ ഓവർ തിങ്കിങ് ആണെങ്കിൽ എന്താ സംഭവിക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ബ്രെയിനിലേക്ക് തന്നെ ആ എനർജി എല്ലാം കൂടെ അബ്സോർവ് ചെയ്യും. കാരണം നമ്മൾ അവിടെയാണ് കൂടുതൽ വർക്ക് ചെയ്യുന്നത് ഇല്ലേ. ഇറ്റ്സ് വെരി കോമൺ സെൻസ്. അപ്പോൾ ആ എനർജി ബ്രെയിനിലേക്ക് ഇത് ചെയ്യുമ്പോൾ നമുക്ക് നമ്മുടെ ലെഫ്റ്റ് സൈഡ് സപ്പോസ്, കാരണം റൈറ്റ് സൈഡാണ് നമ്മളപ്പോൾ ആക്ഷനാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്, അപ്പോൾ റൈറ്റ് സൈഡിനുള്ള എനർജി ഇല്ലാതെ ഡ്രൈ ആവും. പറഞ്ഞ മനസ്സിലായി? ഈവൻ അത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അന്നേരം നമ്മുടെ ഈ സെൻറ്റേഴ്സാണ് ആക്ച്വലി നമ്മുടെ ലിവർ, കിഡ്നി, അങ്ങനെയുള്ള മറ്റ് ദഹനേന്ദ്രിയങ്ങൾ ഒക്കെയുള്ള എനർജി പ്രവർത്തിക്കാൻ യഥാർത്ഥത്തിൽ സപ്ലൈ ചെയ്യുന്ന ഈ എനർജി സെൻറ്റേഴ്സാണ്. അപ്പോൾ ആ എനർജി സെൻറ്റേഴ്സ് ക്രിയേറ്റ് ചെയ്യുന്ന എനർജി കംപ്ലീറ്റ് ഒരു സൈഡിലേക്ക് പോകുമ്പോൾ ഈ മറ്റുള്ള ഓർഗൻസിനൊന്നും പ്രവർത്തിക്കാനുള്ള എനർജി ഇല്ലാതെ വരും. അങ്ങനെയാണ് യഥാർത്ഥത്തിൽ നമ്മളിൽ ഈ ഡയബറ്റിക്സ്, ബ്ലഡ് പ്രഷർ, അങ്ങനെ ഈ ലിവറിനെ സംബന്ധിച്ചും മറ്റുള്ള അവയവങ്ങളെ ഒക്കെ ബന്ധപ്പെട്ടുള്ള ഒരുപാട് അസുഖങ്ങൾ ഉണ്ടാകുന്നത്. ഈവൻ ഈ നമ്മളെ അലോപ്പതിയിൽ നോക്കിക്കഴിഞ്ഞാൽ ഇങ്ങനൊരു റീസൺ അവർക്ക് തന്നെ ദാറ്റ്സ് ബിയോണ്ട് സയൻസ്. പറഞ്ഞ പല കാര്യങ്ങളും നമ്മുടെ ശാസ്ത്രത്തിൽ തന്നെ സയൻസിലൊക്കെ വന്നിട്ടുണ്ടെങ്കിലും ഇത് ബിയോണ്ട് സയൻസാണ്. അപ്പോൾ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇപ്പം ഒട്ടുമുക്കാലും രോഗങ്ങൾ തന്നെ ഇപ്പോൾ എന്താ സംഭവിക്കുന്നത്, കുറേ കാലം മരുന്ന് കഴിച്ച് നമുക്ക് പോകാനുള്ള ഒരു വിളി വരുമ്പോൾ അങ്ങോട്ട് പോവാം അല്ലേ. പക്ഷേ നേരെ മറിച്ച് നമുക്ക് നമ്മുടെ സൂക്ഷ്മ ശരീരത്തിനെ കറക്റ്റ് ചെയ്യാൻ കഴിഞ്ഞാൽ, നമ്മുടെ ചക്രാസിനെ കറക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇത് നിയന്ത്രിക്കാൻ പറ്റും. പറഞ്ഞ സംഗതി മനസ്സിലായി? ശരിക്കുള്ള റൂട്ട് കോസ് എലിമിനേറ്റ് ചെയ്യാനുള്ള ഒരേ ഒരു മാർഗം ഇപ്പോൾ സഹജയോഗയേ ഉള്ളൂ. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ മാത്രം ഇൻസ്റ്റൻ്റായിട്ട് നമുക്ക് ആദ്യം തന്നെ സെൽഫ് റിയലൈസേഷൻ അനുഭവീയമാകുകയും അതിലൂടെ നമ്മുടെ പിന്നെ നമ്മൾ ഇത് ചെയ്യാൻ തുടങ്ങിക്കഴിയുമ്പോൾ, നമ്മൾ ഈ പറഞ്ഞ മാതിരി യോഗ പ്രാപിച്ചു കഴിയുമ്പോൾ നമ്മുടെ സൂക്ഷ്മ ശരീരം നമ്മുടെ കയ്യിലേക്കും കാലിലേക്കും നമ്മുടെ തലയുടെ ഭാഗത്തും ഒക്കെ കണക്റ്റഡ് ആണ്. അപ്പം ശരിക്കും നമ്മൾ ചില സ്ക്രിപ്റ്റേഴ്സിൽ നമ്മൾ വായിച്ചിട്ടുണ്ടാകാം, ശരിക്കുള്ള റൂട്ട്സ് നമ്മുടെ തലയിലാണ്, സഹസ്രാരയിലാണ് എന്ന് വായിച്ചിട്ടുണ്ടാകും അല്ലേ. അതിന് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവൺ ആത്മാവ് നമ്മുടെ ലെഫ്റ്റ് ഹാർട്ടിലാണെങ്കിൽ പോലും ശരിക്കും ആ ചക്ര അവിടെ ആണ് സ്ഥിതി ചെയ്യുന്നതെങ്കിലും അതിൻ്റെ ഇരിപ്പിടം ശരിക്കും നമ്മുടെ ഉച്ചിയിലാണ്.
വേറൊരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മൾ കാണുന്ന ഒട്ടുമുക്കാലും ഇവിടെ തന്നെ ഈ പലരും മെഡിറ്റേഷൻ പഠിപ്പിക്കുന്നവർക്കൊക്കെയുള്ളൊരു പ്രോബ്ലം, അവർക്ക് ഈ ആജ്ഞാചക്ര വരെയുള്ള ധ്യാന രീതികളെ അറിയുള്ളൂ. അപ്പോൾ നമ്മൾ ആജ്ഞാചക്ര വരെയുള്ള ധ്യാനം ചെയ്യുമ്പോഴും എന്താണ്, നമ്മുടെ ഈ ഇൻസ്ട്രുമെൻറ്റിനുള്ളിൽ കടന്ന് നമ്മൾ തിരിയുന്നതേ ഉള്ളൂ. പറഞ്ഞ് മനസ്സിലായി. രണ്ടാമത് ആജ്ഞാചക്ര എന്ന് പറയുന്ന ഏറ്റവും വലിയ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു എനർജി സെൻ്ററാണ്. ആജ്ഞാചക്രയിലും പാസ് ചെയ്ത് നമ്മുടെ സഹസ്രാര ബ്രേക്ക് ചെയ്ത് കുണ്ടലിനി വെളിയിൽ വന്നാൽ മാത്രമേ യോഗ പ്രാപിക്കുന്നുള്ളൂ. അപ്പോൾ ഈ മാർഗം ചെയ്യുന്ന ആർക്കെങ്കിലും ഇത് സാധ്യമാകൂ? ഞാൻ പറഞ്ഞ പോയിന്റ് മനസ്സിലാവുന്നില്ല. അതിന്റെ കൂടെ തന്നെ ഒരു കാര്യം ചോദിക്കട്ടെ. ഇപ്പോൾ സന്യാസിമാര്, ഇപ്പോൾ നാരായണ ഗുരുസ്വാമി, അങ്ങനെ ശങ്കരാചാര്യർ, ഇവരൊക്കെ സമാധി അടയുന്നതൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. അവരും ഇതുപോലെ തന്നെ ഈ കുണ്ടലിനി ശക്തിയുടെ പ്രഭാവം കൊണ്ട് സഹസ്രാര ചക്രം ഉത്തേജിപ്പിച്ചിട്ട് ആ ഒരു ലെവലിലേക്ക് എത്തിയാൽ തന്നെയാണോ ഈ സന്യാസം എന്ന് പറയുമ്പോൾ അഗൈൻ അത് അബ്സല്യൂട്ട്ലി സമാധി എന്ന് പറയുന്നത് അതിന്റെ ഒരു വശം തന്നെയാണ്. ഈ പറഞ്ഞത് വളരെ ശരിയാണ്, അത് പോസിബിളുമാണ്. ഇപ്പം സഹയോഗയിൽ തന്നെ നമുക്ക് നിഷ്പ്രയാസമായിട്ട് നിർവിചാരിത, നിരാനന്ദം, ഈ സ്റ്റേറ്റ്സ് ഒക്കെ നമുക്ക് നമ്മുടെ നോർമൽ ലൈഫിൽ ഇരുന്ന് അനുഭവിക്കാവുന്നതേ ഉള്ളൂ. ക്യാൻ ബി. ഞാനത് ഇടയ്ക്ക് നമ്മളത് വിട്ടുപോയി. പിന്നെ സന്യാസത്തെ പറ്റി നമ്മൾ പറയുമ്പോൾ നമ്മൾ ആലോചിക്കേണ്ടത് ഈ പറയുന്ന നമ്മൾ വിചാരിച്ചു വെച്ചിരിക്കുന്ന വേഷ സംവിധാനമോ ഒരു താടി വളർത്തലോ ഒരു കണ്ടീഷൻഡ് ആയിട്ടുള്ള കുറേ കാര്യങ്ങളിൽ നിന്നും മാറി നിൽക്കുന്നതോ ആണോ സന്യാസം? അല്ല. യഥാർത്ഥത്തിൽ ഒരു മനുഷ്യനിൽ സന്യാസം സംഭവിക്കണമെങ്കിൽ നമ്മളിൽ ഈ കുണ്ടലിനി എനർജി അവേക്കൻ ചെയ്യുകയും നമ്മുടെ ചക്രാസിൻ്റെ ക്വാളിറ്റീസ് നമ്മളിൽ എൻലൈറ്റൻ ആകുകയും ചെയ്യണം. കാരണം ഈ ലോകത്ത് എല്ലാ സ്ക്രിപ്റ്റേഴ്സിലും പറഞ്ഞിരിക്കുന്ന 6 എനിമീസ് ഉണ്ട് ഒരാൾക്ക്. അതാണ് സന്യാസത്തിൽ നിന്ന് നമ്മളെ മാറ്റി നിർത്തുന്നത്. അതായത് നമ്മളുടെ മൂലാധാര ചക്രത്തിൽ കാമമായിട്ട് അതുണ്ട്, നമ്മളുടെ എനിമിയാണ്. എതിരെ കണ്ടാലും നമുക്ക് പല രീതിയിലുള്ള അതിനോടൊരുള്ള ഒരു ഇത്, അത് നമ്മൾ ഒരുപാട് ബുദ്ധിമുട്ടാണ് അതിൽ നിന്ന് ഒരു നോർമൽ പേഴ്സണ് നമുക്ക് കടന്നു വരാൻ, അല്ലേ? രണ്ടാമത്തെ എനർജി സെൻറ്ററിൽ രണ്ടാമത്തെ നമ്മളുടെ എനിമി ആയിട്ടുള്ള ക്രോധം. അത്ര നമ്മളത് കൺട്രോൾ ചെയ്ത് കണ്ടീഷൻഡായിട്ട് നമ്മൾ നിർത്തി വരുന്ന സമയത്തും ഏതെങ്കിലുമൊക്കെ സാഹചര്യം വന്നു കഴിഞ്ഞാൽ ഇമ്മീഡിയറ്റ്ലി നമ്മുടെ സ്റ്റൈൽ അങ്ങ് മാറും, ഇല്ലേ? പിന്നെ നമ്മുടെ ലോഭം എന്ന് പറയുമ്പോൾ നമ്മൾ ആ ഗ്രീഡിനെസ്, സാറ്റിസ്ഫൈഡ് അല്ല മനുഷ്യൻ, ആണോ? 10 കിട്ടിയാൽ 100 ആക്കണം, 100 കിട്ടിയാൽ കോടിയാക്കണം, അത് ആക്കിയ, അല്ലേ? അങ്ങനെയാണ്. അപ്പോൾ അത് കഴിഞ്ഞ് മോഹം, മതം, മാത്സര്യം, ഈ 6 സംഗതികൾ തീർന്നാൽ സന്യാസിയായി. 6 സംഗതികൾ തീർന്നാൽ അയാൾക്ക് മോക്ഷവുമായി. സത്യത്തിൽ ഈവൻ സഹസ്രാരെ കൂടെ ആത്മാവ് പോയില്ലെങ്കിലും ഈ 6 എനിമീസിനെ നിങ്ങൾക്ക് ജീവിക്കാൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ യു ആർ അച്ചീവ്ഡ്. കേൾക്കുന്തോറും കൂടുതൽ അറിയാനായിട്ടുള്ള ഒരു താല്പര്യം ഉണ്ടാവുന്നു. എന്തായാലും സഹജയോഗി തുടരണം ഈ ഒരു ഇടവേളയ്ക്ക് ശേഷം. Radio Magazine in association with NMC Healthcare, Care, Community, Compassion and GGA Air Compressors, authorized distributor Ali International Trading Establishment, Doha, Qatar. Radio Magazine, Radio Magazine, Radio Magazine, Radio Magazine, Radio Magazine. In association with NMC Healthcare, Care, Community, Compassion and GGA Air Compressors, authorized distributor Ali International Trading Establishment, Doha, Qatar. Radio Magazine, Radio Magazine, Radio Magazine, Radio Magazine, Radio Magazine. നേർമുഖം. വെൽക്കം ബാക്ക്. റേഡിയോ മാഗസിൻ നേർമുഖത്തിൽ ഇന്ന് നമ്മുടെ ഒപ്പം ഉള്ളത് സഹജയോഗി രാജേന്ദ്ര കുറുപ്പാണ്. സഹജയോഗിയെക്കുറിച്ച് നമുക്ക് കൂടുതൽ അറിവ് പകർന്നു നൽകിക്കൊണ്ട് വീണ്ടും സ്വാഗതം. അപ്പോൾ നേരത്തെ സഹജയോഗി പറഞ്ഞിട്ടുള്ള ഒരു കാര്യം ഉണ്ടായിരുന്നു, നമ്മുടെ എല്ലാ ചക്രങ്ങളും പ്യൂരിഫൈ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം പിന്നീട് സെൽഫ് റിയലൈസേഷൻ കൂടി നേടിയതിന് ശേഷം നമ്മൾ ഈ 6 ശത്രുക്കളെയും വരുതിയിലാക്കിയ ശേഷം അതിൽ ക്രോധവും എല്ലാം വന്നു. അപ്പോൾ ഇങ്ങനെ വരുതിയിലാക്കി കഴിഞ്ഞാൽ പിന്നെ ഒരിക്കലും ഒരാളോടും ദേഷ്യം വരില്ല എന്നാണോ? നമ്മുടെ ഒരു ശരിയായ റിക്വയർമെൻറ്റിന് വേണ്ടി ഒരാൾ ദേഷ്യപ്പെടേണ്ടി വന്നാൽ പോലും നോർമലി ദേഷ്യപ്പെടില്ല. ചിലപ്പം ഒരുപക്ഷെ
മഹർഷി ബുദ്ധൻ്റെയൊക്കെ ചില കഥകളൊക്കെ കേട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. അത് ആ ക്വാളിറ്റി അവരിൽ വരുന്നതാണ്. നേരെ മറിച്ച് ഞാൻ നാളെ മുതൽ സന്യാസം സ്വീകരിക്കണമെന്ന് വിചാരിച്ചിട്ട് ഇപ്പോൾ ഒരാൾ സന്യാസം സ്വീകരിക്കുകയാണ്. അത് നമ്മളൊരു കണ്ടീഷൻഡായിട്ട് നമ്മൾ സ്വീകരിക്കുകയാണ്. കുറച്ച് നേരമൊക്കെ ഇത് പറ്റും. ഇപ്രേസൂടെ വന്ന് ആരെങ്കിലും ഒന്ന് എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ആ രീതി മാറും. അപ്പോൾ നമ്മളെ ഇൻറ്റേർണലായിട്ട് ഇത് നമ്മളിൽ സംഭവിക്കേണ്ടിയിരിക്കുന്നു. അപ്പോൾ അതിന് ഇതൊരു മാർഗ്ഗമേ ഉള്ളൂ. നമ്മൾ ക്ലെൻസ് ചെയ്യണം, ഉള്ളിൽ നിന്ന് ക്ലെൻസ് ആവണം. നമ്മൾ വെളിയിൽ നിന്ന് എത്ര ക്ലെൻസ് ആയി കഴിഞ്ഞാലും ഇതൊക്കെ ഉള്ളിൽ കിടക്കുകയാണ്. അപ്പോൾ നമ്മൾ ഇത് ഇടയ്ക്കിടയ്ക്ക് ചെയ്തുകൊണ്ടേ ഇരിക്കണം എന്നുള്ളതാണ് പറയുന്നത്. നമ്മൾ ഡെയിലി രാവിലെയും വൈകുന്നേരം 10 മിനിറ്റ് ധ്യാനം ചെയ്യണം. അത് മസ്റ്റാണ്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ധ്യാനം ചെയ്യുക എന്ന് പറയുന്നത് പോലും ഒരു ശരിയായ പ്രയോഗമല്ല. യോഗ പ്രാപിച്ചു കഴിഞ്ഞ് നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ നമ്മൾ ഏതൊരു പ്രവൃത്തി ചെയ്യുകയാണെങ്കിലും അറ്റാച്ച്മെൻറ്റോ നമുക്കുണ്ടാവില്ല. നമുക്ക് ഒരു സാക്ഷിഭാവത്തിൽ നിന്നുകൊണ്ട് നമുക്കത് ചെയ്യാൻ പറ്റും. അദ്ദേഹത്തിൻ്റെ കൺട്രോളിൽ ഇരുന്നു കൊണ്ട് അദ്ദേഹമാണ് ചെയ്യുന്നതെന്നുള്ള പൂർണ്ണഭാവത്തിൽ നമുക്കത് പെർഫോം ചെയ്യാൻ പറ്റും. പക്ഷേ ഇങ്ങനെ ബന്ധങ്ങളുമായിട്ടൊരു ഡിറ്റാച്ച്മെന്റ് ഒരു ഗൃഹസ്ഥാശ്രമം ഉള്ള ഒരാൾക്ക് അത് ബുദ്ധിമുട്ടല്ലേ? ഒരിക്കലുമല്ല. നമ്മൾക്ക് ഞാൻ ചോദിക്കട്ടെ, ഇപ്പം തന്നെ ഞാൻ മുമ്പേ പറഞ്ഞതുപോലെ നമ്മുടെ ഈ കുടുംബവുമൊക്കെ ആയിട്ടുള്ള സ്നേഹം എന്ന് പറയുന്നത് യഥാർത്ഥത്തിലുള്ള ട്രൂ സ്നേഹമാണ്. ആക്ച്വലി എൻ്റെ അച്ഛൻ, എൻ്റെ അമ്മ, എൻ്റെ മക്കള്, എൻ്റെ സഹോദരങ്ങൾ അല്ലേ, അതിനപ്പുറത്തുള്ള ഒരാൾക്ക് ഒരു ചെലവില്ലാതെ അയക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കണേ എന്ന് പറഞ്ഞാൽ പോലും മനുഷ്യന് ബുദ്ധിമുട്ടാണ്. നോക്കാം എന്നേ പറയാം. അല്ല, ഞാൻ പറഞ്ഞില്ലെങ്കിലും മനസ്സിൽ വെളിയിലാന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും അതാണ് നോർമൽ ഹ്യൂമൻ ബീയിങ് ആയിട്ട് നമ്മൾ നിൽക്കുമ്പോൾ. നേരെ മറിച്ച് നമ്മളൊരു കളക്റ്റീവ് ബീയിങ് ആയിക്കുമ്പോൾ നമ്മളുടെ പൂർണ്ണമായ അറ്റൻഷൻ ഈ പറഞ്ഞ മാതിരി ലോക നന്മയായി. നമ്മളൊരു കളക്റ്റീവ് പേഴ്സണാലിറ്റിയാണ്. ഈ യൂണിവേഴ്സലിൻ്റെ പാർട്ട് ആൻഡ് പാർസൽ ആണ് നമ്മൾ. ഈ യൂണിവേഴ്സ് കംപ്ലീറ്റ് നിൽക്കുന്നതും ഉണ്ടായിരിക്കുന്നതും ആ സൃഷ്ടികർത്താവിൻ്റെ പ്യുവറായിട്ടുള്ള സ്നേഹത്തിൽ നിന്നാണ്. അവിടെ നമുക്ക് കൊടുക്കൽ വാങ്ങൽ ബേസ് ചെയ്തല്ല അവിടുത്തെ സ്നേഹം. സ്പോണ്ടേനിയസ് ആയിട്ട് നമ്മളത് സംഭവിക്കുമ്പോൾ മാത്രമേ അത് സ്ഥിരമായിട്ട് നിൽക്കുകയുള്ളൂ. അല്ലെങ്കിൽ ഇത് വീണ്ടും നമുക്ക് 10 ദിവസം നമ്മളെ കൺട്രോൾ ചെയ്യാൻ പറ്റിയേക്കാം. ഇത്ര ദിവസം ഞാൻ കുറച്ച് അത് ചെയ്തു, അല്ലെങ്കിൽ ഇത് ചെയ്തു, അതിനുവേണ്ടി ഞാൻ കുറേ നോയമ്പ്, അതൊക്കെ നമ്മൾ ചിന്തിക്കുന്നത് വേറെ വല്ലതും ആയിരിക്കും. എങ്ങനെയാണ് ഈ കോൺസെൻട്രേഷൻ കൊണ്ടുവരേണ്ടത്? കോൺസെൻട്രേഷൻ ഞാൻ പറഞ്ഞല്ലോ, ഇത് വളരെ ഈസി ആയിട്ട് ഈവൻ നമുക്ക് ഇനി ഒരു അവസരത്തിൽ വേണമെങ്കിൽ ഈവൻ റേഡിയോയിൽ കൂടെ പോലും നമുക്ക് ട്രൈ ചെയ്യാവുന്നതേ ഉള്ളൂ. ഇപ്പോൾ എനിക്ക് അങ്ങനെ ഒരു 10 മിനിറ്റ് ധ്യാനം ചെയ്യണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു, വളരെ ആത്മാർത്ഥമായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നു, ഫുള്ളി കോൺസെൻട്രേറ്റഡ് ആയിട്ട്. നമ്മൾ എന്താണ് അതിന് ചെയ്യേണ്ടത്? സഹയോഗ സെൻറ്ററിൽ വരിക. അവർ ഫസ്റ്റ് ദിവസം വരുമ്പോൾ തന്നെ സ്വരലയുടെ അതേപോലെ പുതിയതായിട്ട് വരുന്ന എല്ലാവരുടെയും അവിടെയുള്ള ഏതെങ്കിലും റിയലൈസോളിൻ്റെ സാന്നിധ്യത്തിൽ സ്വരലയുടെ കുണ്ടലിനി എനർജി അവേക്കൻ ചെയ്യും. ഭയപ്പെടേണ്ട കാര്യമൊന്നുമില്ല. അത് അവർ ചില അഫർമേഷൻസ് പറയുമ്പോൾ ഇതെല്ലാം സംഭവിക്കുന്നത് നമ്മുടെ ഉള്ളിലാണ്. ഈ സത്യം പറഞ്ഞ കുണ്ടലിനി എനർജി അവേക്കനിങ്ങിന് അതിൻ്റെ ശരിയായ ഒരു അണ്ടർസ്റ്റാൻഡിങ്ങോടെ നമ്മുടെ ഉള്ളിൽ നിന്നുള്ള പ്യുവർ ഡിസയർ അല്ലാതെ ഒന്നും ആവശ്യം പറഞ്ഞ സംഗതി മനസ്സിലായില്ലേ? ഒന്നായിട്ട് ഹൃദയത്തിൽ നിന്നും എനിക്ക് ശുദ്ധമായ ജ്ഞാനം വേണം. ഈ പറഞ്ഞ ഞാൻ കണ്ടീഷൻഡായിട്ടും അങ്ങനെ ഇങ്ങനെയൊക്കെ മനസ്സിലാക്കി വെച്ചിരിക്കുന്നതല്ലാതെ ശുദ്ധമായ ജ്ഞാനം വേണം എന്നുള്ള ഒരു ഇച്ഛയോടുകൂടി നമ്മൾ എപ്പോൾ ആഗ്രഹിക്കുന്നോ ആ സമയത്ത് നമ്മുടെ കുണ്ടലിനി എനർജി അവേക്കണം. ഒരു സെൽഫ് റിയലൈസ്ഡ് സോളിൻ്റെ സാന്നിധ്യത്തിലോ അല്ലെങ്കിൽ സഹയോഗ ഇൻട്രൊഡ്യൂസ് ചെയ്ത ശ്രീമാതാജിയുടെ സാന്നിധ്യത്തിലോ ആയിരിക്കണം. ഇത് വളരെ ലളിതമാണ്. ഒരു ഭാഷ പോലും അറിയണമെന്നില്ല. കാരണം ഹൃദയത്തിൻ്റെ ഭാഷയായിട്ട് സ്വീകരിച്ചുകൊണ്ട് ചെയ്യാവുന്ന ഒരു വിദ്യയാണ്. വേറൊന്നും നമ്മൾ എടുത്ത് പറയേണ്ടത്, നമുക്കത് അവേക്കൻ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് എന്തെങ്കിലും സൂക്ഷ്മ ശരീരത്തിൽ എന്തെങ്കിലും ഇംബാലൻസസ് ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ക്യൂർ ചെയ്യാനും ഒക്കെയുള്ള മെത്തേഡ്സ് സഹയോഗയിലുണ്ട്. അതിന് മലയാളത്തിൽ പാദനിമഞ്ജനം എന്ന് പറയും. ഒരു അലുമിനിയം പാത്രത്തിൽ നമ്മുടെ ഈ കാല് മുക്കി വയ്ക്കാവുന്ന അത്രയും വെള്ളം ഒഴിച്ചിട്ട് ഒരു പിടി കല്ലുപ്പ് ഇടുക. എന്നിട്ട് ഈ കല്ലുപ്പ് ഇട്ടിട്ട് നമ്മൾ ജസ്റ്റ് അതിൽ ഒരു 7 to 10 മിനിറ്റ്സ് മെഡിറ്റേഷൻ ചെയ്യാം. ഇത് ഇത്രയും ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് അബ്സല്യൂട്ട്ലി വളരെ റിലാക്സ്ഡ് ആയിട്ട് നമുക്ക് ഫീൽ ചെയ്യാൻ പറ്റും യോഗ പ്രാപിച്ചു കഴിഞ്ഞ് ഇത് ചെയ്യുമ്പോൾ. അപ്പം ഇതേപോലെ ഒരുപാട് മെത്തേഡ്സ് നമ്മൾ ഇതിനകത്ത് പഠിപ്പിക്കുന്നുണ്ട്. അതെല്ലാം നമുക്ക് അപ്പം തന്നെ അത് വൈബ്രേഷനിലൂടെ അറിയാൻ പറ്റുന്ന കാര്യങ്ങളാണ്. ഞാൻ പറയുന്ന സഹയോഗയിൽ പറയുന്ന കാര്യങ്ങളൊക്കെ തന്നെ നിങ്ങൾക്ക് അനുഭവനീയമാണ്. ആദ്യം മുതൽ തന്നെ അനുഭവനീയമാണ്. അത് ഡേ ബൈ ഡേ നിങ്ങൾ അത് ചെയ്യും തോറും യു വിൽ ഹാവ് മോർ എക്സ്പീരിയൻസ്. അപ്പം അതെ 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 ലെഫ്റ്റും റൈറ്റും അല്ലാതെ നമ്മുടെ സെൻട്രൽ പാത്ത്, അതായത് സുഷുമ്ന, അതായത് പ്രസൻറ്റ്, ആ പ്രസൻറ്റിൽ നമുക്ക് നിൽക്കാനും നമുക്ക് കോൺസെൻട്രേറ്റ് ചെയ്ത് മെഡിറ്റേഷൻ ചെയ്യാനും സഹജയോഗയിൽ സാധ്യമാവും. കാരണം സഹജയോഗയിൽ സാധ്യമാവുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ മറ്റുള്ള എല്ലാ മാർഗ്ഗങ്ങളിലും അന്തിമ ലക്ഷ്യമായിട്ട് കണ്ടിങ്ങനെ ജീവിതകാലം മുഴുവൻ പരിശ്രമിക്കുന്നതിന് പകരം ഇതിലേക്ക് വരുന്നവർക്ക് നമുക്ക് യാതൊരു പൈസയുടെ ചിലവുമില്ലാതെ ആദ്യമേ അവർക്ക് കിട്ടുന്ന ഗിഫ്റ്റ് സെൽഫ് റിയലൈസേഷനും യോഗയുമാണ്. സ്പന്ദനാവബോധം അല്ലെങ്കിൽ വൈബ്രേറ്ററി അവയർനെസ് വന്നു കഴിയുമ്പോൾ നമ്മുടെ ചക്രാസിലുള്ള ഇൻബാലൻസസ് ഒക്കെ നമുക്ക് തന്നെ അറിയാൻ പറ്റും.
മനസ്സിലായി. നമുക്ക് നമ്മുടെ അറിയാൻ പറ്റും. പിന്നെ നിങ്ങൾ മാസ്റ്റർ ആവും തോറും യു വിൽ ബിക്കം യുവർ ഓൺ മാസ്റ്റർ. നിങ്ങളുടെ മാസ്റ്റർ നിങ്ങൾ തന്നെയാണ്. കുറച്ചങ്ങോട്ട് ചെയ്ത് കഴിയുമ്പോൾ നാളെ നിങ്ങളത് മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റും. താങ്കൾ ഇതിലേക്ക് എപ്പോഴാണ് വന്നത്? ഞാൻ ഒരുപാട് കാലമൊന്നും ആയിട്ടില്ല, എന്നാലും ഒരു കുറച്ച് വർഷമായി. അപ്പം അന്നൊന്നും എനിക്ക് എന്നിട്ട് യോഗ സാധ്യമായില്ല, ഐ മീൻ അനുഭവനീയമായില്ല. ഞാൻ ഒരിക്കൽ ഈ പറഞ്ഞ മാതിരി ഒരു സെൽഫ് റിയലൈസേഷൻ എന്നുള്ള ഒരു വേർഡ് ഇതേമാതിരി ഒരു പ്രോഗ്രാം നടക്കുമ്പോൾ കണ്ടപ്പോൾ ഞാൻ അവിടെ പോയി. അങ്ങനെ അവിടെ നിന്ന് മറ്റേ അതിൻ്റെ ഈ പറഞ്ഞ മാതിരി കുണ്ടലിനി അവേക്കനിങ് കാര്യങ്ങളൊക്കെ ചെയ്തു. അപ്പോൾ അത് കഴിഞ്ഞ് ധ്യാനം ചെയ്യാൻ തുടങ്ങി. ബാല്യത്തിൻ്റെയും കൗമാരത്തിൻ്റെയും ഒക്കെ ആയുള്ള പല കാര്യങ്ങളിലൂടെയും ഇപ്പം നമ്മുടെ സ്റ്റഡി ടൈമിലും ഒക്കെ നമ്മൾ കടന്നു പോകുന്ന സമയത്തും ഈ ഒരു കാര്യം വളരെ ഇമ്പോർട്ടൻ്റ് ആണ് എന്നൊരു ബോധം എനിക്ക് അന്ന് മുതലേ ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഞാൻ അതിനൊരു പ്രാധാന്യം എപ്പോഴും കൊടുത്തു. താങ്കളുടെ നാട് ചെങ്ങന്നൂർ എന്നല്ലേ പറഞ്ഞേ? അതെ അതെ. അപ്പൊ ചെങ്ങന്നൂർ വെച്ചിട്ടാണ് ഇത് തുടങ്ങിയത്, അല്ലാതെ അല്ല, ഞാൻ ദുബായിൽ വെച്ചാണ് സഹജയോഗയിൽ ഞാൻ വന്നത്. അവര് ആ ഒരു അന്വേഷണത്തിന്റെ ഭാഗമായിട്ടാണ് നമുക്ക് നമ്മൾ പല കാര്യങ്ങൾ ട്രൈ ചെയ്ത് നോക്കും. ഇതാണോ അതിൽ സുഖം കിട്ടുമോ, ഇതിൽ സുഖം കിട്ടുമോ. അന്നേരമൊക്കെ ഇത് കുറച്ച് കഴിയുമ്പോൾ ഇതല്ല നേതി. പലരും ഇങ്ങനെ മാറി 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 പല പരീക്ഷണങ്ങളും നടത്തിയതായിട്ട് എനിക്ക് തന്നെ അറിയുന്ന കുറെ പേരുണ്ട്. അത് ഞാൻ പറയുന്നത് ഇപ്പൊ നമ്മളിപ്പോ ഈ ഒരിടത്തുനിന്ന് മറ്റൊരിടത്തേക്ക് ചാടിയത് കൊണ്ടൊന്നും അല്ല, അങ്ങനെയുള്ള നമ്മുടെ തെറ്റിദ്ധാരണകൾക്കൊക്കെ ഉത്തരവാണ് ഈ സഹജയോഗ എന്ന് പറയുന്നത്. തീർച്ചയായിട്ടും സഹജയോഗിയെ സംബന്ധിച്ച് അതിനൊരു റിലീജിയൻ, ഒരു എൻലൈറ്റൻ മനുഷ്യൻ മാത്രമാണ് സഹജയോഗി എന്ന് പറയുന്നത്. അതായത് ഞാൻ മുമ്പേ പറഞ്ഞ പോലെ ഹ്യൂമൻ ക്രിയേഷൻ എന്ന് പറയുന്നത് അവനവൻ വിചാരിക്കുന്നിടത്തോളം അവനെ ആർക്കും നന്നാക്കാൻ പറ്റില്ല. എനിക്കറിയാം അയാളുടെ എല്ലാ കാര്യങ്ങളും ഒരുപക്ഷെ അറിയാൻ പറ്റും. പക്ഷെ അയാളുടെ ഡിസയർ വരുന്നിടത്തോളം അയാളെ ഒരിക്കലും ഒരു സഹജയോഗിയാക്കാനോ പറ്റില്ല. ഇവിടെ ദുബായിലുള്ള സുഹൃത്തുക്കൾ എങ്ങനെയാണ്, എവിടെയാണ് വരേണ്ടത്? നമുക്ക് 150 രാജ്യങ്ങളിൽ സഹജയോഗ പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്. ശ്രീ മാതാജി ഇത് ഡോക്ടർ നിർമ്മലാദേവി അമ്മ ഡോക്ടറുമായിരുന്നു. നമ്മുടെ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിലൊക്കെ വളരെ ആക്റ്റീവായിരുന്നു. അമ്മയുടെ അച്ഛനും അമ്മയും ഒക്കെ ഗാന്ധിജിയുടെ ആശ്രമത്തിലൊക്കെ ആയിരുന്നു ശ്രീ മാതാജിയുടെ കുട്ടിക്കാലം. പാരൻസും ഒക്കെ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ ഭാഗമായിട്ട് ജയിലിലൊക്കെ ഉണ്ടായിരുന്നതാണ്. അത്ര ആക്റ്റീവായിട്ട് നമ്മുടെ രാഷ്ട്രത്തിന് വേണ്ടി പ്രയത്നിച്ചിട്ടുള്ള. അത് കഴിഞ്ഞ് ആ മെഡിസിൻ, വൈദ്യശാസ്ത്രത്തിലും മനഃശാസ്ത്രത്തിലുമൊക്കെ മെഡിസിൻ പഠനമൊക്കെ കഴിഞ്ഞതിന് ശേഷം നോർമൽ കുടുംബജീവിതത്തിലൂടെയും കടന്നു പോയതിന് ശേഷം, കാരണം അതുകൊണ്ടെല്ലാം സൂചിപ്പിക്കുന്നത് ഏതൊരു സാധാരണ ജീവിതത്തിൽ ഇരുന്നും മനുഷ്യൻ അവനെ ഉയർത്താനുള്ള മാർഗങ്ങൾ പഠിച്ചിരിക്കും. മുമ്പേ ചോദിച്ച മാതിരി കുടുംബവും ഭക്ഷണ രീതിയും എല്ലാം ഉപേക്ഷിച്ച് അവിടെ ഇവിടെയൊക്കെ പോയി ഒറ്റക്കാലിലും ഒക്കെ നിന്ന് ചിലപ്പോൾ കിട്ടിയാൽ കിട്ടി എന്നുള്ള രീതിയിൽ ചെയ്തിരുന്ന ഒരു സംഗതി നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ ഒന്നും ഉപേക്ഷിക്കാതെ നമ്മുടെ ഇതിൽ നിന്നുകൊണ്ട് നമ്മുടെ ഈ പറഞ്ഞ എല്ലാ ശാരീരികവും മാനസികവും ആത്മീയവും വൈകാരികവും ഒക്കെയായ പ്രശ്നങ്ങൾക്ക് ശാശ്വതമായ ഒരു സൊല്യൂഷൻ കണ്ടെത്താൻ പറ്റുന്ന രീതിയിൽ സഹജയോഗ 1970 അമ്മ ആവിഷ്കരിക്കുകയുണ്ടായത്. സഹജയോഗയിൽ വന്ന് നിങ്ങൾ ആത്മസാക്ഷാത്കാരം കിട്ടിക്കഴിയുമ്പോൾ നിങ്ങൾക്ക് സ്പന്ദനാവബോധം സാധ്യമാകും. അന്നേരം നിങ്ങൾ ആ പരമമായ സത്യമാകുന്ന ആ എനർജി ഏത് പേരിൽ നിങ്ങൾ വിളിച്ചാലും ആ സത്യത്തിനോട് നിങ്ങൾ ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വൈബ്രേഷനിലൂടെ തണുപ്പും ചൂടും ഒക്കെ ആയിട്ട് നിങ്ങൾക്ക് അതിൻ്റെ ഇത് സത്യമാണോ അല്ലേ എന്നുള്ളതൊക്കെ നിങ്ങൾക്ക് അവിടെ ഉത്തരം കിട്ടും. പറഞ്ഞ് മനസ്സിലായി. ഇവൻ ഞാൻ പറഞ്ഞതുപോലും നിങ്ങൾ വിശ്വസിക്കണമെന്നില്ല. ഇപ്പം ആർക്കെങ്കിലും ഇപ്പോൾ ഒരു 10-15 പേര് ഉണ്ട്, അവർക്ക് എവിടെയോ അവരുടെ ചെയ്യണം എന്ന് ഒരു ഓർഗനൈസേഷനോ ഒരു സ്കൂളോ ആരെങ്കിലും താല്പര്യമുള്ളവർ, പ്രായപരിധി ഒരു വിഷയമല്ല. കാരണം ഇത് കുഞ്ഞുങ്ങളൊക്കെ ചെയ്യുന്നത് വളരെ നല്ലതാണ്. കാരണം എന്ന് വെച്ചാൽ കുഞ്ഞുങ്ങളൊക്കെ ഇത് ചെയ്തു തുടങ്ങി കഴിയുമ്പോൾ നമ്മൾ കണ്ടിട്ടുള്ളത് സ്കൂളിൽ പോകുന്ന കുട്ടികളൊക്കെ ആണെങ്കിൽ സെൽഫ് ഡിസിപ്ലിൻഡ് ആയിരിക്കും, ഓർമ്മശക്തി കൂടും, അവർ പഠിക്കുന്നതിലൊക്കെ അവർക്ക് വളരെ വ്യത്യാസം വന്നിട്ടുണ്ട്. രണ്ടാമത് പരീക്ഷാഭയം അതുമൊക്കെ ഇല്ലാതാവും. പല ദുശീലങ്ങളുള്ളവർ ഇപ്പോൾ മദ്യപിക്കുകയും അതൊക്കെ ചെയ്യുന്നവരോട് സഹജയോഗയിൽ വരുമ്പോൾ അതൊന്നും ചെയ്യരുതെന്നുള്ള ഒരു കണ്ടീഷനില്ല. പക്ഷേ സഹജയോഗയിൽ കുണ്ടലിനി അവേക്കനിങ് സംഭവിച്ചു കഴിയുമ്പോൾ സ്ലോലി അവരതെല്ലാം വേണ്ടാന്ന് വെക്കും. അപ്പോൾ സെൻറ്റേഴ്സ് ഇവിടെ എല്ലായിടത്തും ഉണ്ട്. ഇന്ത്യയിൽ നമുക്ക് 2200 സെൻറ്റേഴ്സ് പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്. കേരളത്തിൽ ഇപ്പം വളരെ നന്നായിട്ട് സഹജയോഗ പുരോഗമിച്ചു വരുന്നുണ്ട്. കാരണം മനുഷ്യർക്ക് മനസ്സിലാവുന്നുണ്ട് ഇതാണ് യഥാർത്ഥത്തിൽ സത്യം. 2200 സെന്റേഴ്സിൽ നിങ്ങൾ ഫ്രീ ആയിട്ടാണ് ഈ ട്രെയിനിങ്? എല്ലായിടത്തും, ലോകത്ത് എല്ലായിടത്തും സഹജയോഗ ഫ്രീ ആണ്. പൈസ മേടിച്ച് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും അബ്സല്യൂട്ട്ലി തെറ്റായിട്ടുള്ളൊരു കാര്യം. സെൽഫ് റിയലൈസേഷൻ നമ്മളുടെ എല്ലാവരുടെയും ജന്മനാ ഉള്ള അവകാശമാണ്. നമുക്കെപ്പോൾ അത് വേണമെന്ന്
തോന്നുന്നു. നമ്മളുടെ കുണ്ടലിനി എനർജിയോട് എപ്പോൾ നമ്മളത് പൂർണ്ണമായ ശുദ്ധമായ ഇച്ഛയോടുകൂടി സിൻസിയറായിട്ട് നമ്മളുടെ ഉള്ളിൽ നിന്ന് റിക്വസ്റ്റ് ചെയ്യുന്നു, നമ്മുടെ അതൊരു ബർത്ത് റൈറ്റ് ആണ്. സഹജയോഗി പറയുന്നത് കേൾക്കുമ്പോൾ തന്നെ ഞാൻ എന്ന ആ ഒരു കെട്ടുപാടിൽ, എൻ്റെ ഒരു കെട്ടുപാടിൽ ഞാൻ കാത്തുവെക്കുന്ന കുറച്ച് ആൾക്കാരുണ്ടാവും, എൻ്റെ പ്രിയപ്പെട്ടവരായിട്ടുള്ള കുറച്ച് പേരുണ്ടാവും. പക്ഷെ അവരിനും അപ്പുറം കടന്ന് ചിന്തിച്ച് ലോകത്തുള്ള എല്ലാവരിലേക്കും ഈ ഒരു സെൽഫ് റിയലൈസേഷൻ എന്നൊരു കോൺസെപ്റ്റ് എത്തിക്കണം എന്ന് ചിന്തിക്കുന്നിടത്ത് തന്നെ താങ്കളുടെ ഉദ്ദേശശുദ്ധി മനസ്സിലാവുന്നു. അപ്പോൾ ഇതിൻ്റെ യഥാർത്ഥ പ്രയോജനങ്ങൾ നമുക്കൊന്ന് ഷോർട്ടായിട്ട് പറഞ്ഞുതരാൻ പറ്റുമോ രാജു? തീർച്ചയായിട്ടും. ഞാൻ പറഞ്ഞതുമാതിരി ഏറ്റവും പ്രധാന പ്രയോജനം എന്ന് പറയുന്നത് നമ്മൾ ആത്മസാക്ഷാത്കാരം നമ്മൾ സാധ്യമാകുന്നു. അതാണ് പരമമായ ലക്ഷ്യം. അതിലൂടെ നമ്മളെ ഉയർത്തുക. നമുക്ക് വളരെ ഒരു ശാന്തിയും സമാധാനവും ഉണ്ടാകുന്നു. കാരണം നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്നതാണ്. വ്യക്തി ജീവിതത്തിലും കുടുംബ ജീവിതത്തിലും ഒക്കെ നമുക്ക് വേണ്ടത് ശാന്തിയും സമാധാനവും സന്തോഷവും. പിന്നെ മാനസികവും ശാരീരികവുമായിട്ടുള്ള ഒരു ആരോഗ്യം എല്ലാവർക്കും ലഭിക്കും. മൊത്തത്തിലുള്ള ഒരു ടോട്ടൽ വെൽബീയിങ്ങിനുള്ള ഒരു ഇൻസ്റ്റന്റ് പാക്ക് ആണ് ഈ കാലഘട്ടത്തിന് പറ്റിയത് ആണ് സഹജയോഗ എന്ന് പറയുന്നത്. ഇപ്പോൾ തന്നെ സ്വർലയൊക്കെ കലാപരമായ കാര്യങ്ങളുമായിട്ടൊക്കെ കണക്റ്റഡ് ആണല്ലോ. ഈ വക ഇപ്പം മീഡിയ പരമായി ഈ കഴിവുകളൊക്കെ തന്നെ എൻലൈറ്റൻ ആവും. പിന്നെ ഞാൻ മുമ്പേ വിദ്യാർത്ഥികളുടെ കാര്യം സൂചിപ്പിക്കുകയുണ്ടായി. അവർക്ക് ഓർമ്മശക്തി വർദ്ധിക്കും, അവരുടെ ആവശ്യമില്ലാത്ത ടെൻഷൻ പോകും, അവർ സെൽഫ് ഡിസിപ്ലിൻഡ് ആവും, അവർ കോൺസെൻട്രേഷൻ ഉണ്ടാവും. കുറച്ചു നേരം കൂടുതലിരുന്ന് പഠിച്ചാൽ തന്നെ അതിന് അവരുടെ ബാക്ക് ആജ്ഞാചക്രയൊക്കെ തണുപ്പിച്ച് കഴിഞ്ഞാൽ ഉറക്കമില്ലായ്മയും അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല. ഇത് തികച്ചും അനുഭവനീയം. ഏവർക്കും വരാം, സ്വാഗതം. അപ്പോൾ ഇവിടെ ദുബായിലുള്ള സെൻറ്റേഴ്സിൻ്റെ നമ്പറും കൂടി നമുക്ക് തന്നിട്ടുണ്ട്. സഹജയോഗവുമായിട്ട് നിങ്ങൾക്കും ബന്ധപ്പെടണം എന്ന ആഗ്രഹമുണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യേണ്ട നമ്പർ ഇതാണ്: 055-407-9801. ഒരിക്കൽ കൂടി പറയാം, 055-407-9801. ഇതല്ലാതെ മറ്റൊരു നമ്പർ കൂടി UAE-യിലുണ്ട്: 055-988-7679. 055-988-7679. ഇനി നിങ്ങൾക്ക് നാട്ടിലാണ് കോൺടാക്ട് ചെയ്യാൻ ആഗ്രഹം എങ്കിൽ, നിങ്ങൾ ഇനിയിപ്പോൾ നാട്ടിലെങ്ങാനും സെറ്റിൽ ചെയ്യാൻ പോകുന്നുണ്ടെങ്കിൽ ആ ഒരു നമ്പർ കൂടി നൽകാം: 8606417464. 860. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നമ്മുടെ ഓഫീസ് നമ്പറിലേക്ക് വിളിച്ചാൽ മതി: 0432777799. എന്തായാലും ഒരുപാട് സന്തോഷമുണ്ട്. കാരണം നമ്മളൊക്കെ ചിന്തിച്ചിരുന്ന ഒരു കാര്യം തന്നെയാണ്, ഇപ്പോൾ താങ്കളും ഇതൊക്കെ അറിയുന്നതിന് മുൻപേ ചിന്തിച്ചിരുന്ന ഒരു കാര്യം, ഇതൊന്നും നമുക്ക് പ്രാപ്യമല്ല എന്നുള്ളത് തന്നെയായിരുന്നു. അപ്പോൾ സാധാരണമായ ഒരു ലൈഫ് നയിച്ചുകൊണ്ട് തന്നെ നമ്മുടെ കുണ്ടലിനി ശക്തിയെ ആണെങ്കിൽ അല്ലെങ്കിൽ ഒരു സെൽഫ് റിയലൈസേഷൻ എന്നുള്ളത് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് എന്ന് ആ ഒരു അറിവ് നൽകിയതിന് തന്നെ ഒരു വലിയ നമസ്കാരം. മാത്രമല്ല ഇനി അടുത്ത് തന്നെ ധ്യാനത്തിലേക്കും അതുപോലെ തന്നെ സഹജയോഗയിലേക്കും വരാനുള്ളൊരു ഭാഗ്യം ഉണ്ടാവട്ടെ എന്ന് ഞാൻ മനസ്സുകൊണ്ട് ആഗ്രഹിക്കുന്നു. അതുപോലെ നമ്മുടെ ശ്രോതാക്കൾ ഒരുപാട് പേര് അങ്ങനെ ചിന്തിക്കുന്നുണ്ടാവും എന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് തന്നിട്ടുള്ള നമ്പറിലേക്ക് ദയവായിട്ട് കോൺടാക്ട് ചെയ്യുക, സഹജയോഗയുമായിട്ട് കൂടുതൽ അറിയാനും എല്ലാവർക്കും അനുഭവവേദ്യമാകാനും. അപ്പം ഇവിടെ നമുക്ക് ഇവരോടെല്ലാം സംസാരിക്കാൻ അവസരമുണ്ടാക്കി തന്ന വോയിസ് ഓഫ് കേരളയ്ക്കും എന്നെ ഒരു ഉപകരണമായി ഇവിടെ എത്തിച്ച ആ യൂണിവേഴ്സൽ മദറിനും ഫാദർ എൻ്റെ നമസ്കാരം. താങ്ക് യു സോ മച്ച്. നന്ദി.